ലോർഡ് ഹിന്ദി സെക്ഷനിൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. हिंदी आराधना में आप सभी को प्रभु यीशु मसीह के नाम से हम स्वागत करते हैं. ഇന്ന് ആരും തന്നെ ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ നിന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇത് പ്രയോജനപ്പെടുത്തേണ്ടതിനായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. आज यहाँ पे हमारे सामने कोई नहीं है, लेकिन कल के दिन इसको आपके सामने प्रदर्शित करने के लिए हम दोनों खड़े होकर इसका रिकॉर्ड कर रहे हैं. ബഥേലിൽ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ നാമത്തിൽ ഈ മഹത്വമേറിയ ശുശ്രൂഷ ഞങ്ങൾ രണ്ടുപേരുമായി നിർവഹിക്കട്ടെ. आज हमारे सामने कोई नहीं है, लेकिन आत्मा में आप सभी को याद करते हुए इस सेवकाई को आज हम आरंभ कर रहे हैं. ഇന്ന് ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ലോക്ക്ഡൗൺ കണ്ടീഷനിലാണ്. आज जो है अप्रैल महीना 5वां तारीख है और पूरा भारत देश जो है लॉकडाउन में है. വൈറസ് കൊണ്ട് അല്ലെങ്കിൽ കൊറോണ വൈറസ് കാരണം ഭൂമി തന്നെ ഇന്ന് ലോക്ക്ഡൗൺ ആണ്. कोरोना वायरस के चलते आज पूरा संसार जो है एक लॉकडाउन की अवस्था में है. യുഎൻഒ ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തെ അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ ഒരു പാൻഡമിക് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു. यूएनओ नाम की संस्था जो है इसको एक महामारी का नाम दी है. മഹാമാരികൾ എന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. महामारी जो है प्रभु यीशु मसीह के दोबारा आगमन का एक चिन्ह है. അതേസമയം നമ്മുടെ പാപം കൊണ്ട് ദൈവം നമ്മെ ശിക്ഷിക്കുന്നതിന്റെ സൂചനയുമാണ്. और यह भी हमें सूचित करता है कि क्योंकि प्रभु यीशु मसीह जो है हमारे पाप के कारण दंड दे रहे हैं. രണ്ടായാലും ഈ ദിവസങ്ങളിൽ ഗവൺമെന്റ് തരുന്ന ചില നിയമങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. लेकिन चाहे कुछ भी हो, सरकार जो भी नियमों को कानूनों को हमारे सामने रखती है സാനിറ്റൈസേഴ്സ് उसको लागू करना हमारा कर्तव्य है. സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുവാൻ നമ്മൾ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. പേഴ്സണൽ ഹൈജീൻ വളരെ പ്രാധാന്യമുള്ളതാണ്. सैनिटाइजर का उपयोग करना गवर्नमेंट हमें बताती है, उसका उपयोग लाना बहुत ही महत्वपूर्ण है. സോഷ്യൽ ഡിസ്റ്റൻസിങ് വേറൊരു ഘടകമാണ്. നാം ഗവൺമെന്റ് നിയമത്തെ പാലിച്ചേ മതിയാകും. एक दूसरे से दूरी बनाए रखना यह भी एक उसका लक्ष्य, उसका कारण है. കൊറോണ വൈറസ് എന്നത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നതും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്നതുമായ ഒരു രോഗമാണ്. जैसा कि आप जानते हैं कि कोरोना वायरस जो है हमारी जो सांस लेने के चीज में जो है उसको बाधित करती है. അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയ റൂളും കൺട്രോളും കൊണ്ടുവന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു ലോക്ക്ഡൗൺ പൊസിഷനിൽ നാക്കി വെച്ചിരിക്കുന്നത്. इसी कारण से जो है हमारे सामने ऐसे जो है महत्वपूर्ण निर्देशों को रखा गया है. നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ കഴിയണം. हम अपने घरों में ही रहे. മറ്റുള്ളവരെ കാണുവാൻ അവസരമില്ല, അനുവാദമില്ല. दूसरों से ना मिलने जाएं. യാത്രകൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. अपने यात्राओं को जो है सीमित रखें. കൂട്ടായ്മ യോഗങ്ങൾ പോലും റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. आमने सामने मिलनसार जो है आयोजनों को कम रखें. എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ये सारी हमारी भलाई के लिए है. ഇവിടെ തണ്ട് ഒരാള് വലിച്ച് കഷ്ടപ്പെടുന്ന ഒരു രംഗം കാണാം. यहाँ पे हम एक जो है वीडियो को देखेंगे जिसमें एक व्यक्ति किस प्रकार जो है सांस लेने में दिक्कतें ले रहा है. കണ്ടു നിൽക്കുന്നത് സങ്കടമാണ്. हम उसको आंखों से देख तो नहीं सकते. ദൈവമേ, ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്ക് വരരുതേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. सिर्फ हम प्रार्थना कर सकते हैं, प्रभु ऐसी परिस्थिति मेरे जीवन में ना आए. ഈ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കേണ്ടതിനാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സ്ട്രിക്റ്റ് റൂളും കൺട്രോളും ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. हमारी भलाई के लिए ही और हमारे अच्छे के लिए ही सरकार जो है ऐसे सख्त नियमों को हमारे सामने रख रहे हैं. ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ദൈവത്തോട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. लेकिन इन सारे जो है निर्देशों के बावजूद भी एक परमेश्वर के साथ हमारी एक सहभागिता है. നമ്മെയും ദൈവത്തെയും തമ്മിലുള്ള ഫെലോഷിപ്പിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകത്തിലൊരു ശക്തിക്ക് കഴിയുകയില്ല. हमसे और प्रभु परमेश्वर का जो संबंध है उससे कोई भी संसार की शक्ति जो है उसको अलग नहीं कर सकती. പഴയ നിയമത്തിൽ സങ്കീർത്തന ഭാഗം 139 സങ്കീർത്തനം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ മറഞ്ഞ് ഞാൻ എവിടെ പോയി ഒളിക്കും. भजन 129 के साथ में हम करते हैं कि परमेश्वर तेरी आत्मा के बगैर मैं कहाँ जाऊं. ഞാൻ അങ്ങേ ഒളിച്ച് സ്വർഗത്തിൽ കയറിയാൽ അവിടെയാണല്ലോ അങ്ങ് ഉള്ളത്. अगर मैं आकाश में भी जाऊं तो तू वहाँ पे है. ഞാൻ പാതാളത്തിലേക്ക് പോയാൽ അവിടെ നീ ഉണ്ട്. अगर अधोलोक में जाऊं तो तू भी वहाँ है. ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അപ്പുറത്ത് പോയി പാർത്താൽ അവിടെയും അങ്ങയുടെ ആത്മാവ് എന്നെ കാണുന്നു. यदि मैं भोर की किरणों पे चढ़कर समुद्र के उस पार जा बसूं तो भी तू वहाँ है. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ആ ഭാഗങ്ങൾ വ്യക്തമാണ്. उसके 7 से 10 आयतों को अगर हम पढ़ेंगे तो उसमें यह व्यक्त है. മാത്രമല്ല നമുക്കും ദൈവവും തമ്മിൽ ഒരു ഹോട്ട്ലൈൻ കണക്ഷൻ, ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ना सिर्फ यही नहीं कि हमारा और परमेश्वर के बीच में एक हॉटलाइन संबंध. ഹോട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റാരും കേൾക്കാതെ വണ്ണം നേരിട്ട വ്യക്തിയുമായി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ലൈനാണ്. हॉटलाइन का अर्थ यह है कि हम उस व्यक्ति को देख नहीं सकते, लेकिन एक गहरा जो है संबंध इसके माध्यम से है. ഏത് റൂട്ടിൽ
ലൈനിലൂടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. किस रूट से यह हॉटलाइन जारी है? ഏത് റൂട്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നേരിട്ട് എൻ്റെ സൃഷ്ടാവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നതാണിത്. रूट क्या है यह तो मुझे नहीं मालूम, लेकिन परमेश्वर से एक सीधा संबंध मेरा है. എന്ത് സ്പീഡിലായിരിക്കും എൻ്റെ സംസാരം പോകുന്നത്? उसकी गति क्या है ये मैं नहीं जानता. എൻ്റെ ഇമാജിനേഷനേക്കാൾ, എൻ്റെ ചിന്തയേക്കാൾ വേഗതയിലാണ് ദൈവത്വമായി ഞാൻ എൻ്റെ കാര്യങ്ങൾ കൈമാറുന്നത്. मेरी सोच से भी परे है परमेश्वर के साथ वो गति जिससे मैं संबंध बनाए रखता हूँ. ഈ ലൈനിന്റെ മറുവശത്തുള്ളയാൾ എന്നോട് എത്രയും അകന്നോ അടുത്തോ ആണ് ഇരിക്കുന്നത്. इस लाइन से बात करने वाले व्यक्ति मुझसे कितना नजदीक है या कितना दूर है. ആ വ്യക്തി എന്നോട് എൻ്റെ ജീവനേക്കാൾ അടുക്കലായി, മറ്റെന്തിനേക്കാളും അടുക്കലായി എൻ്റെ കൂടെ തന്നെ കർത്താവ്. मेरे जीवन से भी ज्यादा, मेरे अत्यधिक नजदीक मेरा परमेश्वर मेरे साथ है. ഏത് സമയം വരെ ഈ ബന്ധം സൂക്ഷിക്കുവാൻ കഴിയും? और इस संबंध का जो है कितने साल तक या कितने समय अवधि है उसकी. എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ മാറുന്നത് വരെ, ആസ് ലോങ് ഐ എക്സിറ്റ്, ഞാൻ ഇതിനകത്തുനിന്ന് പോകുന്നത് വരെ, ഞാൻ ഉള്ളിടത്തോളം കാലം ദൈവവുമായുള്ള ബന്ധം എനിക്കുണ്ട്. जब तक मैं अपने इस मन रूपी पात्र में जीवित हूं तब तक यह जो है जारी रहे. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത് ആരാണ്? पर प्रेरित पौलुस इस प्रकार कहते हैं कि परमेश्वर के प्रेम से मुझे कौन अलग कर सकता है. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആഴത്തിനോ ഉയരത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കുവാൻ കഴിയുന്നതല്ല. क्या गहराई को, क्या ऊंचाई को, कौन है जो प्रभु यीशु मसीह के प्रेम से मुझे अलग कर सकता है. ഇന്ന് എന്നെ മാത്രമല്ല എൻ്റെ ദേശത്തെ കൂടെ കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. आज सिर्फ मुझे ही नहीं लेकिन मेरे देश को भी परमेश्वर चंगाई दे, നമുക്ക് यह मेरी प्रार्थना है. നമുക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ട്. हमारा परमेश्वर के साथ एक संबंध ഒരു है. ഹോട്ട് ലൈൻ കണക്ഷൻ ഉണ്ട്. एक हॉटलाइन कनेक्शन है. ദൈവത്തെ മറച്ച് എനിക്ക് എങ്ങും പോകാനൊക്കത്തില്ല. आप परमेश्वर से विपरीत में कहीं नहीं जा सकता. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കണം. और उस बंधन में रहते हुए मैं परमेश्वर से किन्हीं चीजों को पूछूंगा. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുന്നത്, पहले इतिहास, दूसरे इतिहास की किताब उसके 7वें अध्याय के 14वां वाक्य इस प्रकार कहता है, ഞാൻ ദേശത്തെ വെട്ടിക്കിളി കൊണ്ട് ബാധിക്കുകയോ ഒരു പകർച്ചവ്യാധി കൊണ്ട് മഹാമാരി കൊണ്ട് ബാധിക്കുകയോ ചെയ്താൽ, तब यदि मेरी प्रजा के लोग जो मेरे कहलाते हैं दीन होकर प्रार्थना करें और मेरे दर्शन के खोजी होकर अपनी बुरी चाल से फिरे, तो मैं स्वर्ग में से सुनकर उनका पाप क्षमा करूंगा और उनके देश को जो का त्यों कर दूंगा. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം എൻ്റെ മുഖം അന്വേഷിച്ചാൽ, मेरे नाम के, मेरे दर्शन के खोजी होकर वो मुझे ढूंढे. ബേഥേൽ അത് നമ്മുടെ കാര്യമാണ്. बेथेल वो हमारे बारे में कह रहे हैं. ദൈവമക്കളെ അത് നമ്മുടെ കാര്യമാണ്. परमेश्वर के जन वो हमारे बारे में है. ഞാൻ ആകാശത്തു നിന്ന് കേൾക്കും. मैं आकाश में स्वर्ग से उसको सुनूंगा. നിങ്ങൾ നിങ്ങളുടെ അധർമ്മങ്ങളെ അകൃത്യങ്ങളെ വിട്ടു മാനസാന്തരപ്പെട്ടാൽ, अपने पाप और अधर्मों से आप मन फिराएं, ഞാൻ നിങ്ങളുടെ ദേശത്തെ तो സൗഖ്യമാക്കും. मैं तुम्हारे देश को चंगा करूंगा. ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ ദേശത്തിന്റെ മേലൊരു സൗഖ്യമാണ്. आज हमारी आवश्यकता है कि हमारे देश को परमेश्वर चंगाई ഈ दे. കൊറോണയുടെ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. इस कोरोना के समय में हम परमेश्वर के मुख की ओर अपने मुख उठाए. നമ്മുടെ പാപങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. और हमारे पापों से छुड़ाने के लिए प्रभु यीशु मसीह कलवरी क्रूस में अपने आप को कुर्बान किए. ആ പാപങ്ങൾ യേശു നമ്മോട് ക്ഷമിച്ചു. और उस पापों को प्रभु यीशु मसीह ने क्षमा किया. നാം വീണ്ടും പാപത്തിൽ തുടർന്നാലോ? लेकिन फिर भी अगर हम पापों में जारी रहे, ദൈവം ആ പാപങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് മറക്കരുത്. तो आप यह मत भूलिएगा परमेश्वर उन पापों के लिए आपको दंड देंगे. ലോകത്തിന്റെ പാപത്തിന്റെ പ്രതികാരമായി ദൈവം എഴുന്നേൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. और ऐसे कुछ संदर्भ रहते हैं जिसमें प्रभु यीशु मसीह उनके लिए खड़े होते हैं. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21:22 लूका रचित सुसमाचार उसका 21:22 ഇതിനെ പ്രതികാര കാലം എന്ന് ദൈവ കർത്താവ് വിളിക്കുന്നു. उसको जो है प्रतिकार कर लेने का समय कहा गया है. സന്ദർശന കാലം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. और जो है लोग परमेश्वर अपने लोगों से आके मिलने का समय. പ്രതികാര കാലമെന്നോ സന്ദർശന കാലമെന്നോ വിളിക്കപ്പെടുന്നതാണ് ഈ കാലങ്ങൾ. और यह ऐसा समय है जब परमेश्वर अपने जन से एक प्रतिकार लेते हैं. ഇതിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാത്തവരാരുമില്ല. ऐसा कोई भी व्यक्ति नहीं है जो इस समय से जो है छूट सके. ഈ രോഗത്തിൽ നടക്കുന്നതായ മരണങ്ങൾ മുമ്പേ നമ്മൾ കണ്ടു. വ്യക്തികളുടെ സഫറിങ് ഇത് കണ്ട് ലോകം മുഴുവനും ദുഃഖിക്കുകയാണ്. और हम यह भी पहले देख चुके हैं कि एक व्यक्ति के उस दर्द को जो है देखते हुए पूरा संसार जो है अभी शोकित है. ഈ രോഗങ്ങൾ കഴിഞ്ഞാലും इस रोग के समय के बाद സാമ്പത്തികമായ തകർച്ച രാജ്യങ്ങൾക്കുണ്ടായി. एक आर्थिक तंगी जो है हम देख सकते हैं. അനേക ബിസിനസ്സുകൾ പൊളിഞ്ഞു തകർന്നു. अर्थव्यवस्था पूरी तरह चरमरा चुकी है. അനേകരുടെ സാമ്പത്തികം ഇല്ലാതെയായി. अनेकों की जो है मजदूरी छूट चुकी है. ഇന്ത്യ ഒരു രാജ്യമായി നമ്മുടെ സാമ്പത്തികം പണ്ടേ തകർന്നതാണ്. അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും ഇത് തകരുകയാണ്. भारत जो हमारी अर्थव्यवस्था है वो कहीं ना कहीं जो है नाजुक हो चुकी थी पहले. യെശയ്യാവിന്റെ പുസ്തകം 34:8 ഇതിനെ സന്ദർശനകാലമെന്നും പ്രതികാര ദിവസമെന്നും വീണ്ടും പറയുന്നു. ईशा की किताब उसके जो है 34:8 में जो है हम परमेश्वर के दिन के बारे में हम पढ़ते हैं. ഇവിടെ കേവലം ഇന്ത്യക്ക് മാത്രമല്ല, ഞാനൊരു പട്ടണം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. यहाँ पे सिर्फ भारत देश ही नहीं लेकिन एक शहर के बारे में मैं आपको दिखाना चाहता हूँ. നിങ്ങൾ കാണുന്ന ഈ വീഡിയോ വുഹാൻ എന്നറിയപ്പെടുന്ന പട്ടണമാണ്. यहाँ पे आप देख जो वीडियो रहे हैं वो वुहान नामक शहर है. എത്ര സന്തോഷമായും ആനന്ദമായും കഴിഞ്ഞിരുന്ന പട്ടണം. कितने जो है
संतोष और उमंग के साथ वो शहर जी रहा था। പട്ടണങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കത്തക്കവണ്ണം മനോഹരമായിരുന്ന അതിമനോഹരമായിരുന്ന ഒരു പട്ടണം. शहरों की रानी के नाम से जो है उसको अलंकृत करके कहा गया वो शहर। ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ജനശൂന്യമായി മാറിപ്പോയ ചരിത്രമാണ് കാണുന്നത്. लेकिन किन्हीं दिनों के अंदर वो शहर जो है शून्य की अवस्था में आ गया। ഈ പട്ടണത്തിനാണോ ദൈവമേ അത് സംഭവിച്ചത്? कि हे प्रभु इस शहर को ऐसी अवस्था आई क्या? ലമന്റേഷൻസ് വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് विलाप गीत उसके पहले अध्याय के पहले वचन को अगर हम देखेंगे, പട്ടണങ്ങൾ ശൂന്യമായി മാറിയത് എങ്ങനെയാണ്? शहर जो है शून्य की अवस्था में कैसे आ गई? മനോഹരമായ പട്ടണത്തിന്റെ മതിലുകൾ വീണുപോയത് എങ്ങനെ? അതിന്റെ ഗേറ്റിൽ ആളില്ലാതെ പോയത് എങ്ങനെ? और वो जो मनोहर शहर था वो किस प्रकार जो है ऐसे विलाप में आ गया? യെശയ്യാവ് 3:26 ഇത് പറയുന്നുണ്ട്. यशायाह की किताब उसके 3:26 में हम पढ़ते हैं। യെശയ്യാവിന്റെ പുസ്തകം 22:2 ഇത് പറയുന്നുണ്ട്. यशायाह के 22:2 में हम पढ़ते हैं। അയ്യോ, മനോഹരമായി പണിതിരുന്ന പട്ടണം എങ്ങനെ ജനശൂന്യമായി മാറി? ये शहर जो इतना ही मनोहर था कैसे ही शून्य हो गया? ആ പട്ടണമാണ് ഈ ലോക്ക്ഡൌണിൽ കിടക്കുന്നതെന്ന് മറക്കരുത്. देखिए वही शहर जो कि इस लॉकडाउन की अवस्था में आप देख सकते അതിന്റെ हैं, തെരുവുകൾ ശൂന്യമായി മാറി. उसकी सड़कें शून्य हो गई हैं ദൈവത്തിന്റെ കോപം ചൊരിയുന്ന സമയമാണ്. क्योंकि ये परमेश्वर के क्रोध का समय है। മറക്കരുത്, ദൈവത്തിന്റെ വചനത്തിൽ ഓരോ പ്രവർത്തനത്തിനും ഓരോ പ്രവചനത്തിനും അനേക നിവർത്തീകരണങ്ങളുണ്ട്. ये मत भूलिएगा कि परमेश्वर के हर एक कथन और हर एक भविष्यवाणी का एक अर्थ है। ചിലതിന് ഭാഗിക നിവർത്തീകരണങ്ങളാണുള്ളത്. किसी का जो है भागिक रूप से जो है पूरा होता है, ആ പട്ടണത്തിന് വന്നത് ലോകത്തോടുള്ള ദൈവിക പ്രവചനങ്ങളുടെ ഭാഗികമായ ഒരു നിവർത്തീകരണമാണ്. और इन शहरों में जो भी अवस्था आप अभी देख रहे हैं वो परमेश्वर के कहे गए कथनों और भविष्यवाणियों का ദൈവമേ भागिक ഞങ്ങളുടെ अर्थ है। ദൈവമേ ഞങ്ങളുടെ പട്ടണങ്ങളിൽ ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. और हमारी ये प्रार्थना होनी चाहिए कि हमारे शहरों में ऐसी अवस्था ना होने पाए। പുറപ്പാട് പുസ്തകം 14:13 निर्गमन की किताब उसका 14:13 14:13 നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് കാണാം. यहाँ पे हम पढ़ सकते हैं कि तुम धैर्य के साथ स्थिर रहो। ഏതാണ് സാഹചര്യം? कौन सा आपके सामने संदर्भ है? ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. कि पूरी जो है इजरायली जन जो लाल समुद्र के सामने आके खड़ी हुई है। 6 ലക്ഷം കുടുംബങ്ങളാണ് ഒരുമിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ और നിൽക്കുന്നത്. 6 लाख परिवार जो है एक साथ उस नदी के किनारे खड़े हैं। അവരുടെ കയ്യിൽ വാളും പരിചയങ്ങളും ഒന്നുമില്ല. उनके हाथ में कोई ना अस्त्र है യുദ്ധം ചെയ്ത് പരിചയമുള്ളവരോ പട്ടാളക്കാരോ അവരുടെ കൂട്ടത്തിൽ ഇല്ല. और उनके साथ जो है युद्ध करके अभ्यसित कोई लोग उनके साथ नहीं है। മിസ്രയീമ്യർക്ക് അടിമവേല ചെയ്ത ഒരു പാരമ്പര്യം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ 400 വർഷമായി ഈ ജനത്തിന്. पिछले 400 साल से मिस्र में जो है एक बंधुआई की अवस्था से वो लोग होके जा रहे थे। ആ ജനമാണ് വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. और वे जन थे जो कि लाल समुद्र के किनारे आके खड़े हुए हैं। അവരുടെ ഇടയിൽ ആന്തരിക പ്രശ്നങ്ങൾ ആരംഭിച്ചു. और उनके बीच में भी एक भिन्नता होने लग रही थी। മോശയാണ് അന്നത്തെ നേതാവ്. और उनका उन समय नेता मूसा था। മോശയോട് എതിർക്കുവാൻ വേറൊരു കൂട്ടം നേതൃത്വങ്ങൾ തയ്യാറായി. और कुछ झुंड ऐसे जाके खड़े हुए जो मूसा के विपरीत कहने लगे। അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്ന് മിസ്രയീമ്യ സൈന്യങ്ങൾ വരുന്നു. और वे जन जब पीछे मुड़ के देखे तो उनके सामने फिरौन मिस्र की फिरौन और उनकी सेना आ रही थी। വാളും പരിചയമുള്ള പട്ടാളക്കാർ. और उनके हाथ में उनके अस्त्र थे। ഈ ജനത്തെ പിടിച്ച് വെട്ടിക്കൊന്ന് നശിപ്പിച്ച് മിച്ചം വരുന്നവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ വരുന്ന ഒരു ജനതതി. और एक ऐसी सेना उनके सामने आ रही थी जो इसको जो है तबाह करके और बचे हुए लोगों को वापस बंधुआई में ले जाने की कोशिश कर रहे थे। 6 ലക്ഷം കുടുംബങ്ങളുള്ള ഇസ്രായേലിന്റെ കോളനിയിൽ നിന്നും വലിയ നിലവിളി ഉയർന്നു. और उस 6 लाख परिवार से जो है एक रोने और चिल्लाने की अवस्था हुई। ഒരു മാർഗവും രക്ഷപ്പെടുവാൻ കാണുന്നില്ല. बचने का कोई भी चारा उनके सामने न था। നിസ്സാരമായ കൊറോണയുടെ മുമ്പിൽ എത്രയോ പേര് ഇന്ന് ഭയപ്പെട്ടിരിക്കുകയാണ്. आज जो है कोरोना के सामने जो है कितने लोग भय के साथ जी നാളെ रहे हैं। എന്താകുമെന്ന ചിന്ത അനേകരെ ഭരിക്കുകയാണ്. कल क्या होगा ऐसी चिंताएं अनेक लोगों को तंग कर रही ഈ है। ജനത്തിന്റെ ചിന്ത എത്ര അധികമായിരിക്കും. और इस लोगों की चिंता जो 6 लाख परिवार है उनकी चिंता അവരുടെ कितनी भी बड़ी അവരുടെ होगी। നേതാവായിരുന്ന മോശയും കവിന്ന് വീണ് കിടന്ന് കരയാൻ തുടങ്ങി. और उनका जो नेता है मूसा है वो भी जो है साष्टांग गिर के जो है रोने लगा। അവിടെയാണ് പുറപ്പാട് 14:13 പറയുന്നത്. और वहां पे जो है निर्गमन की किताब उसका जो है 14:13 യഹോവയായ ദൈവം പറയുകയാണ്, എന്റെ ജനം ഉറച്ചു നിൽക്കട്ടെ. और उस समय जो है यहोवा परमेश्वर कहता है कि मेरे जन तुम डरो मत और स्थिर रहो। വായിച്ചാട്ടെ. मूसा ने लोगों से कहा, डरो मत, खड़े खड़े वह उद्धार का काम देखो जो यहोवा आज तुम्हारे लिए करेगा, क्योंकि जिन मिस्रियों को तुम आज देखते हो उनको फिर कभी ना देखोगे। മോശ അങ്ങ് നോക്കുമ്പോൾ സകലതും പ്രതികൂലമാണ്. मूसा जब देखता है तो उसके सामने सिर्फ और सिर्फ प्रतिकूल अवस्था അങ്ങയുടെ दिखती है। നേതൃത്വം പോലും ജനം അംഗീകരിക്കുന്നില്ല. उसका जो नेतृत्व है लोग उसको कबूल नहीं कर അങ്ങ് रहे हैं। എറിയുവാൻ ജനം उस കല്ലെടുത്തിരിക്കുകയാണ്. पर पथराव करने के लिए लोग तैयार हैं। ആ ജനത്തെ പിടിച്ചുകൊണ്ടുപോകുവാൻ പട്ടാളം പുറകെ വരുന്നു. और उस लोगों को पकड़ के ले जाने के लिए फिरौन और उसकी सेना आ रही है। ഇതൊന്നും കണ്ടാൽ സമുദ്രം പിന്മാറുകയില്ല. लेकिन ये सारे देखने के बाद भी समुद्र पीछे नहीं हटेगा। പക്ഷേ മിസ്രയീമ്യ സൈന്യത്തെ നിയന്ത്രിക്കുന്നവനും സമുദ്രത്തെ സൃഷ്ടിച്ചവനുമായ
എനിക്ക് എന്റെ ജനത്തോട് പറയുവാൻ ഒരു അരുളപ്പാടുണ്ട്. लेकिन मिस्र की सेना को नियंत्रित करने वाला, इस समुद्र को नियंत्रित करने वाला, हमें जो है नियंत्रित करने वाला, उसको कहने के लिए एक चीज है ഉറച്ചു നിൽക്കുക, कि डरो मत വീര്യം പ്രവർത്തിക്കുവാൻ. और खड़े होके परमेश्वर, ഇന്ന് നീ കണ്ടിരിക്കുന്നതായ മിസ്രയീമ്യരെ ഇനി മേലാൽ നീ കാണാതെ जिन मिस्रियों को तुम आज देखते हो उसे फिर कभी ना देखोगे, നിന്റെ മുമ്പിൽ കാണുന്ന ഈ ചെങ്കടലിനെ പിളർന്നു മാറ്റി നിന്നെ അക്കരെ കൊണ്ടുപോകുവാൻ क्योंकि तेरे सामने जो लाल समुद्र है उसको बीच से चीर कर तेरे सामने एक रास्ता तैयार करूंगा. വലിയ പ്രശ്നത്തെ നേരിടുന്ന മോശെ നീ വലിയ അത്ഭുതം കാണുവാൻ. तू बहुत बड़ी प्रॉब्लम को देखने वाला मूसा, तेरे सामने एक बड़ा छुटकारा मैं करूंगा. ജനത്തോട് പറ ഉറച്ചു നിൽക്കുക. अपने लोगों को कहा कि डरो मत और धैर्य के साथ रहो. ഈ ഉറച്ചു നിൽക്കുക എന്ന പദപ്രയോഗം തിരുവചനത്തിൽ പല പ്രാവശ്യങ്ങളിലുണ്ട്. ये चुपचाप रहो, धैर्य के साथ रहो, ऐसे करके उस शब्द का प्रयोग अनेक जगह देख ഒരിക്കൽ सकते हैं. യോശുവയോട് ദൈവം സംസാരിക്കുകയാണ്. एक बार योशुआ से परमेश्वर बात कर रहा യോശുവ, है. നീ കാണുന്നത് വലിയ യുദ്ധമാണ്. योशुआ, तू एक बड़े युद्ध को देख रहा है, പക്ഷേ ഈ യുദ്ധം നിനക്ക് തുടരണമെങ്കിൽ लेकिन इस युद्ध को अगर आगे बढ़ाना है, നേരെ ഇരുട്ടിയാൽ പിന്നെ യുദ്ധം പാടില്ല. अगर सांझ हो गई तो इस युद्ध को पूरा नहीं कर पाएगा. ഇന്നത്തെ യുദ്ധ തത്വങ്ങളല്ല അക്കാലത്തുള്ള യുദ്ധ തത്വങ്ങൾ. अभी का जो युद्ध का तत्व है वैसा नहीं था उस समय का. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് പുറകിൽ आज से 4000 साल पहले, യുദ്ധമുണ്ടെങ്കിൽ സൂര്യപ്രകാശമുള്ള സമയം മാത്രമേ ഉള്ളൂ. जब तक सांझ होने से पहले ही युद्ध खत्म होना है. സൂര്യൻ ഏറെക്കുറെ അസ്തമിക്കാൻ പോകുകയാണ്. सांझ का समय हो गया था, सूर्य अस्त होने वाला था. കർത്താവ് യോശുവയോട് പറഞ്ഞു, വാളും പരിചയം ഇല്ലാതെ ഞാൻ ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നെങ്കിൽ തോൽപ്പിക്കാനല്ല ജയിപ്പിക്കാനാണ്. परमेश्वर ने योशुआ से कहा कि बिना किसी अस्त्र से अगर मैं तुम्हें बुला के यहाँ तक ला सकता हूँ तो तुम्हें हराने के लिए नहीं, लेकिन जय के साथ आगे बढ़ाने के लिए ഒരു है. പകൽ മുഴുവനും യുദ്ധം ചെയ്ത് നിന്റെ ശത്രുക്കൾ തളർന്നു കഴിഞ്ഞു. एक पूरे जो है सुबह जो है युद्ध करके तेरे शत्रु अभी हार मान चुके हैं, ഞാനോ നിന്നെ ശക്തീകരിക്കാൻ और പോകുകയാണ്. अब मैं तुझे संभालने वाला हूँ, तुझे शक्ति देने ഇവിടെ वाला हूँ. പ്രശ്നമായി വരാൻ പോകുന്നത് സൂര്യനും ചന്ദ്രനുമാണ്. यहाँ पे तेरा प्रश्न, यहाँ पे तेरा मुश्किल लाने वाले सूर्य और चंद्रमा है. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം പാടില്ല. अगर सूर्य अस्त हो जाएगा तो युद्ध आगे नहीं बढ़ेगा. ആ സമയം കൊണ്ട് നിന്റെ ശത്രുക്കൾ പോയി വിശ്രമിക്കും. उस समय तेरे शत्रु जाके आराम करेंगे. വീണ്ടും അവർ ജയത്തോടെ തിരിച്ചു വരും. उसके बाद फिर से एक नई शक्ति के साथ वो दोबारा ഇല്ല आएंगे. യോശുവ, അവർക്കൊരു അവസരം കൊടുക്കണ്ട. नहीं योशुआ, ऐसा अवसर उनके सामने मत എനിക്ക് रख. പകരം പ്രതിനിധിയായി നീ എഴുന്നേറ്റ് നില്ല. मेरे लिए एक प्रतिनिधि हो कि तू खड़ा हो. നീ സൂര്യനോട് പറഞ്ഞില്ല അവിടെ. तू जो है सूर्य को आज्ञा करके खड़े रहे वहां സൂര്യൻ पे, നിന്നിരിക്കും. और सूर्य खड़ा रहेगा. യോശുവ സൂര്യനോടും ചന്ദ്രനോടും പറഞ്ഞു, അനങ്ങരുത്, നില്ലവിടെ. योशुआ ने सूर्य और चंद्रमा को आज्ञा दी कि वही स्थिर रहे. കറങ്ങുന്നത് സൂര്യനാണോ ചന്ദ്രനാണോ ഭൂമിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. आप हो सकता है ये पूछेंगे कि घूमने वाला क्या है, सूर्य है, चंद्रमा या पृथ्वी है. ഞാൻ ചുമ്മാ പറയാം, എല്ലാം കറങ്ങുക, കൂട്ടക്കറങ്ങുക. और मैं ये भी कहूंगा कि सारे एक साथ घूम रहे हैं, सब अपनी परिक्रमा कर रहे हैं. പക്ഷെ അന്ന് നിശ്ചയമായും നിന്നത് ഭൂമിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. लेकिन मैं उस समय निश्चय रूप से ये बात समझ सकता हूँ कि पृथ्वी अपनी परिक्रमा बंद कर ली എന്തെങ്കിലും होगी. ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ടോ? हो सकता है क्या उसका शास्त्रीय रूप से आप कह सकते हैं? ഇല്ലെന്നേ, അത്ഭുതത്തിന് വിശദീകരണമില്ല. नहीं, क्योंकि ऐसे अद्भुत कार्यों का कोई एक्सप्लेनेशन नहीं है. വിശദീകരണം ഉള്ളതിനെ അത്ഭുതമെന്നല്ല വിളിക്കുന്നത്, സാധാരണ കാര്യമെന്നാ വിളിക്കുന്നത്. जिसका विवरण आप दे सकते हैं उसको जो है अद्भुत कार्यों में हम गिन नहीं सकते. യോശുവ, ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. योशुआ, मैं यहाँ पे एक अद्भुत काम ആ करने वाला हूँ. അത്ഭുതത്തിന് വേണ്ടി ഞാൻ അങ്ങയുടെ നാവിനെ ബലപ്പെടുത്താൻ और പോകുകയാണ്. उस अद्भुत काम को करने के लिए तेरे जबान को मैं शक्ति എന്നെ दूंगा. ശ്രദ്ധിക്കുന്ന ദൈവപൈതലേ, ബെഥലൈറ്റ്സ്, मेरे सुनने वाले बेथेलाइट्स, നിങ്ങളിൽ ചിലരുടെ നാവുകളെ ദൈവം ശക്തീകരിക്കട്ടെ. आज आपके अधरों को परमेश्वर एक नया बल देंगे. ഉയർന്നു വരുന്ന കൊറോണയുടെ ശക്തിയോടെ നില്ലവിടെ എന്ന് ये പറയുവാൻ जो कोरोना की शक्ति जो दिन ब दिन बढ़ती आ रही है उसको ठहरने के लिए हम आज्ञा യേശുവിന്റെ देंगे. നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാൻ और यीशु के नाम पे वो होने पाए ये हम आज्ञा देंगे. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. और खड़े होकर अद्भुत कामों को करने की क्षमता परमेश्वर हमें देने ഈ पाए. ദിവസങ്ങളിൽ നാം ദൈവവചനം പാലിപ്പാൻ കടമ്പെട്ടവരാണെന്ന് ഓർപ്പിക്കട്ടെ. इन दिनों में हमारा यह कर्तव्य होना चाहिए कि परमेश्वर के नियमों को, वचनों को पालन करें. ഞാൻ തുടർന്ന് യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. और मेरी यह इच्छा है कि परमेश्वर के प्रभु यीशु मसीह के दोबारा आगमन के बारे में അത് आपके सामने रखूं. പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന്, പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരു ഉപമ, ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ लेकिन ആഗ്രഹിക്കുന്നു. उसको कहने से पहले आपके सामने जो है पुराने नियम का एक उदाहरण, एक उपमा मैं देना चाहता हूँ. ഇന്ന് തിരുവചനം നമ്മുടെ കയ്യിലുള്ളതുപോലെ आज जिस प्रकार हमारे हाथ में पवित्र शास्त्र है, പഴയ നിയമത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതായ ഒരു ഡോക്യുമെന്റ് ആണ് കെത്തൂബ എന്ന പേരിൽ ഒരു ഡോക്യുമെന്റ്. पुराने नियम में एक ऐसा जो है डॉक्यूमेंट जो है रूप करते थे जिसका नाम खितुबा है. ഇതിനൊരു പ്രത്യേക സാഹചര്യമുണ്ട്. ये इसका एक प्रत्येक जो है संदर्भ है. ദയവായി ശ്രദ്ധിക്കണം. ध्यानपूर्वक में सुने. ഒരു പുരുഷനെ വിവാഹപ്രായമായെന്നിരിക്കട്ടെ. मान लीजिए एक पुरुष जिसका विवाह का आयु हो गया है അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പേരൻസോ അദ്ദേഹത്തിനുള്ളവരോ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. और हो सकता है वो उनके परिवार या कोई भी परिवार के जन उनके लिए जो है एक स्त्री को जो है देख रही है. അല്ലെങ്കിൽ വിവാഹപ്രായമായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി ഒരു പുരുഷനെ കണ്ടുപിടിച്ചു.
या मान लीजिए कि एक विवाह की आयु वाली स्त्री को जो है एक उसका जो संगी को उनके परिवार के जन ढूंढ लिए हैं। ആലോചനകൾ നടന്നു, വിവാഹ നിശ്ചയം നടക്കേണ്ട ദിവസമായി. बातचीत आगे बढ़ी और एक ऐसा समय आ गया जब उनके शादी का समय आ गया. ആ വിവാഹ നിശ്ചയത്തിന്റെ സമയമാകുമ്പോൾ അവർ അന്യോന്യം ഒരു ഡോക്യുമെന്റ് കൈമാറും. मंगनी के समय में वो दोनों आपस में एक डॉक्यूमेंट को बदलते हैं അതിനെ കെത്തൂബ എന്ന് അവരുടെ ഭാഷയിൽ വിളിക്കും. और उस दस्तावेज को जो है खितुबा हम कहते हैं. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രത്യേകതയുണ്ട്. मसीही का जो हमें देखते हैं कि हमारा भी इस प्रकार का एक लक्षण है. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. जिस प्रकार पौलुस कहते हैं कि मैं प्रभु यीशु मसीह के लिए जो है एक पवित्र दुल्हन के समान तुम्हें जो सवारता ഈ हूं. വിവാഹ നിശ്ചയം നടത്തുന്ന സമയത്ത് और जब इस मंगनी के समय में പുരുഷന്റെ പിതാവ് പെൺകുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായ ഡോക്യുമെന്റ് ആണ് കെത്തൂബ. दूल्हे का पिता जो है दुल्हन के पिता के हाथों में जो है एक दस्तावेज देता है ഒരു കോപ്പി പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്റെ പുരുഷന്റെ കയ്യിലേക്കും കൊടുക്കും. और उसी प्रकार दुल्हन का जो पिता है वो एक दस्तावेज दुल्हे के हाथ में देता है. അതിന്റെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്ന് വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. उसके अंदर दस्तावेज में क्या क्या लिखे रहते हैं मैं जल्द से बताना चाहता हूँ. ഒന്ന്, ഈ പുരുഷന്റെ ചരിത്രം എന്താണ്? पहला, उस दूल्हे का जिसकी शादी होने वाली थी उसकी जो है चरित्र क्या है. കഴിഞ്ഞ 40 തലമുറകളായി ഇവൻ ആരാണ്? उसके 40 पुश्ते कौन हैं. ഈ പുരുഷന്റെ പിതാവിന്നത് പിതാവിന്നത് പിതാവിന്റെ പിതാവിന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്നത് അതിന്റെ പിതാവിന്നത് ഇങ്ങനെ 40 തലമുറ. यानी उस व्यक्ति के पिता उसके पिता करके ऐसे 40 पीढ़ी के बारे में लिखा गया है. ഇന്നത്തെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളുകുടിച്ച് നടന്നവന്റെ അനന്തര തലമുറ അല്ലിത് മാനം മര്യാദയ്ക്ക് ജീവിച്ച കുടുംബത്തിലേതാണ്. अगर मैं अपनी भाषा में कहूं तो ऐसे पियक्कड़ होके मतवालेपन के समान जो है जीने वाले ऐसी परंपरा रखने वाले में से नहीं है ये. 40 തലമുറകളുടെ ചരിത്രം. एक 40 पीढ़ी का चरित्र. പെൺകുഞ്ഞിനോട് പറയുകയാണ്, നീ വരുമ്പോൾ ഈ കുടുംബത്തിനും യോഗ്യവും മാന്യവുമായ ഒരു ജീവിതത്തിന് തയ്യാറായി വേണം और വരാൻ. उसको दिखा के उस लड़की से कहते हैं कि तू जब इस परिवार में कदम रखेगी तो इसी प्रकार पवित्रता के साथ जो अपने चाल चलन को रखते हुए इसमें कदम रखे. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ പെൺകുട്ടിയിൽ നിന്നും ആ പുരുഷനും തന്റെ വീട്ടുകാരും പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? और उसका यह भी दूसरा अर्थ है कि उस स्त्री से उसके इस पुरुष के घर वाले क्या क्या उम्मीद रखते हैं. 3, ആ സ്ത്രീ ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്? और तीसरा यह है कि उस स्त्री को उस घर में प्रवेश करने के बाद क्या क्या भलाइयां मिलेंगी. 4, ആ പുരുഷന്റെ വീട്ടിലെ പ്രത്യേക പോളിസികളും സാഹചര്യങ്ങളും കൾച്ചറും എന്താണ്? और चौथा जो है उस पुरुष के घर में उसका किस प्रकार का रीति रिवाज है, उसका क्या क्या रहन सहन है, उन सारी चीजों के बारे में बताता है. ഏറ്റവും ഒടുവിൽ 5ാമത്തെ ഭാഗം, അഥവാ നാളെ ഒരു വിവാഹമോചനം നടക്കേണ്ടി വന്നാൽ എന്ത് കോമ്പൻസേഷൻ ആയിരിക്കും പെൺകുട്ടിക്ക് ലഭിക്കുക? और आखिर में अगर एक ऐसी अवस्था तलाक किया उनके सामने आती है तो उसको बदले में क्या मिलेगा वो भी यह बताता है. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം और ചെയ്തിരിക്കുന്നു. प्रेरित पौलुस जो है हमारे बारे में इस प्रकार कहते हैं कि प्रभु यीशु मसीह के जो है पवित्र दुल्हन के समान मैं तुम्हें आप सवारता हूं. കൊറോണയുമാകട്ടെ എന്തുമാകട്ടെ നിങ്ങളെ ഞാൻ മറ്റൊരുത്തന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. कोरोना हो चाहे कुछ भी हो लेकिन तुम्हें मैं एक दूसरे के लिए शादी के लिए तैयार कर चुका അന്നത്തെ हूं. കെത്തൂബയ്ക്ക് പകരമാണ് ഇന്നത്തെ ബൈബിൾ ദൈവം നമുക്ക് उस കൈമാറിയിരിക്കുന്നത്. समय के केतुबा के रूप में आज हमारे सामने पवित्र शास्त्र जो परमेश्वर आपस में अदला बदली किए हैं. ഇതിന്റെ ഒന്നാമത്തെ ഘടകം 40 തലമുറകളുടെ കുടുംബചരിത്രമാണ്. इसका पहले यह प्रत्येकता है कि इसमें 40 पुश्तों का जो है चरित्र लिखा गया है. മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലെ 1ാമത്തെ പുസ്തകത്തിന്റെ 1ാമത്തെ അധ്യായം എടുത്താൽ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിവാഹ നിശ്ചയത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന മണവാളന്റെ കുടുംബചരിത്രം 40 തലമുറയുടെ ചരിത്രം ഇവിടെ കാണാൻ കഴിയും. अगर आप नए नियम के पहली किताब मत्ती रचित सुसमाचार के पहले वाक्य से लेकर आगे की ओर पढ़ेंगे तो हमारे दूल्हे प्रभु यीशु मसीह के 40 पीढ़ी के बारे में हम उसको पढ़ सकते हैं. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. और देखो कि ये कितना महान है. തന്റെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മാറുമ്പോൾ अगर वापस हम യോഹന്നാൻ रचित सुसमाचार में आएंगे ഇവൻ ആദിയിലെ ഉള്ള നിത്യനായ ദൈവമാണെന്ന് കാണാം. वो आदि में पिता परमेश्वर के साथ हम पढ़ सकते हैं. ആദി എന്ന പദത്തിന് അർത്ഥ ഗൗരവം ഭയങ്കരമാണ്. आदि जो पद है उसका बहुत ही गहरा और उत्तम अर्थ है. ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന ഭാരതം അംഗീകരിക്കുന്ന ശാസ്ത്രത്തിന്റെ കണക്കുകളിൻ പ്രകാരം 13.7 ബില്യൺ വർഷങ്ങളാണ് ഭൂമി ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം. अगर आज हम जहाँ पे रह रहे हैं ये जो संसार है इसका अगर आयु देखेंगे तो 13.6 बिलियन वर्ष है. 13.7 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ
ഉള്ള ഒന്നാണ് ഈ ദൈവത്തിന്റെ വചനം. और यही है, इतने साल पुराना है परमेश्वर का वचन, അതിനു മുന്നമേ ദൈവമുണ്ട്. और उससे भी पहले परमेश्वर है. അമേരിക്കൻ സ്കൂളുകൾ പഠിപ്പിക്കുന്നത് അല്പം വ്യത്യസ്തമാണ്. अमेरिका जो स्कूल है उसको अलग रीति से पढ़ाता है. ഇന്ത്യ ഉൾപ്പെടെ നമ്മുടെ രാജ്യങ്ങൾ 13.7 ബില്യൺ വർഷം എന്ന് പറയുമ്പോൾ അമേരിക്കൻ ശാസ്ത്രം പറയുന്നത് 14.2 ബില്യൺ വർഷങ്ങളാണ്. अगर हम उसको 13.6 बिलियन वर्ष कहेंगे तो जो है अमेरिका उसको 14.7 के बारे में कहते हैं. പുരാതനായ ദൈവമെന്ന് തിരുവചനം വിളിക്കുന്നു. परमेश्वर का वचन कहता है अनादि परमेश्वर के बारे में. തനിക്ക് സമത്വമുള്ള ഒന്നും പറയുവാനില്ലാത്ത അനാദിയായ ദൈവം, उसके समान ना कोई परमेश्वर है, इस प्रकार अपनी परिभाषा देने वाला अनादि परमेश्वर. തന്റെ പുത്രനായ ക്രിസ്തുവുമായി വിവാഹത്തിന് വേണ്ടി സഭയെ വിളിക്കുകയാണ്. ബെഥലൈറ്റ്സ് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. और अपने पुत्र प्रभु यीशु मसीह के उस शादी के बारे में जो कहते हैं कि हे बेथलाइट्स, आपका जो है मंगनी प्रभु यीशु मसीह से हो चुकी है. ഇതിന്റെ അടുത്ത ഭാഗം പെൺകുട്ടിയിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്നത് എന്ത്? और इसमें दूसरा अर्थ यह है कि वो दूल्हा अपनी जो है मंगेतर से, उस स्त्री से क्या इच्छा रखता है? നിശ്ചയമായും സ്ത്രീധനമല്ല. निश्चय रूप से एक दहेज नहीं. ആ കാലങ്ങളിൽ സ്ത്രീധനം എന്നത് പുരുഷൻ സ്ത്രീയുടെ വീട്ടിലേക്കാണ് കൊടുക്കുന്നത്. उस समय की जो परंपरा है, दूल्हा जो है दुल्हन के घर में जो है दहेज देता है. നിന്നിൽ നിന്ന് പണമല്ല പ്രതീക്ഷിക്കുന്നത്. तो आपसे जो है परमेश्वर पैसे नहीं मांगता. ജീവിത ശൈലി എന്തായിരിക്കണം? आपका चाल चलन कैसा है? സംസാരം എങ്ങനെയായിരിക്കണം? आपके बातचीत कैसी है? മാന്യത എങ്ങനെയായിരിക്കണം? आप अपना संस्कार कैसे रखते हैं? കുടുംബാംഗങ്ങളുമായുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കണം? आप अपने परिवार के जनों के साथ कैसा व्यवहार करते हैं? വെളിയിൽ നിന്ന് വരുന്ന അതിഥികളുമായുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കണം? अपने अतिथि के साथ कैसा सत्कार करते हैं? എന്റെ കുടുംബത്തിന്റെ മാന്യത സംരക്ഷിച്ച് സൂക്ഷിക്കുവാൻ കൊള്ളാവുന്ന ഒരു സ്വഭാവം നിന്നിൽ ഉണ്ടായിരിക്കണം. അതാണ് പ്രതീക്ഷിക്കുന്നത്. क्या तुम मेरे परिवार का वो इज्जत बनाने के काबिल हो? यह परमेश्वर आपसे देखना चाहता है. 3, ആ പുരുഷന്റെ വീട്ടിലെ നിയമസംഹിതകൾ എന്തൊക്കെ? और तीसरा, उस दूल्हे के घर के नियम, कानून और संहिता क्या है? രാവിലെ എത്ര മണിക്ക് ഉണരണം? कि सुबह कितने बजे उठना है? വൈകുന്നേരം എത്ര മണിക്ക് കിടക്കാൻ പോകാൻ ഒക്കും? शाम को कितने बजे सोना है? പകൽ എത്ര സമയം വിശ്രമത്തിന് ലഭിക്കും? सुबह के समय में विश्राम का समय क्या है? ഏതൊക്കെ ജോലികളാണ് സാധാരണ വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്നത്? क्या क्या काम है जो साधारण रूप में स्त्रियां उस घर में करती हैं? ആ വീടിന്റെ ക്രമീകരണങ്ങൾ എന്താണ്? और उस घर का क्रम क्या है? ആ ഭവനത്തിന്റെ കൾച്ചർ और എന്താണ്? उस घर का चाल चलन ഈ क्या है? ബൈബിളിൽ അതും വ്യക്തമാക്കുന്നു. बाइबल वो सारे रीति रिवाजों के बारे में कहती എന്റെ है ജീവിതം എങ്ങനെയായിരിക്കണം? कि किस प्रकार मैं अपने जीवन में चाल चलन करूं. പൊട്ടച്ചൊല്ല്, കളിവാക്ക് മുതലായതുവരെ ഒഴിവാക്കി अलग अलग इस प्रकार की चापलूसी की बातें जो है, मतवालेपन की बातें जो है हमें नहीं करनी है. ദൈവകൃപ പങ്കുവെക്കുന്ന മാന്യരായി നാം ജീവിക്കുക. परमेश्वर की कृपा को जो है दूसरों तक पहुंचाना, ऐसा एक चाल चलन स्वभाव हमारे ദൈവത്തെ अंदर होना എങ്ങനെ चाहिए. ആരാധിക്കണം? किस प्रकार परमेश्वर की आराधना करें? ദൈവത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേകതകൾ എന്ത്? परमेश्वर के परिवार का जो है महत्वपूर्ण क्या है? അടുത്ത സെക്ഷൻ പറയുന്നത് अगला सेक्शन यह बताता है യോഗ്യമായി വിവാഹം നടന്ന് യോഗ്യമായി ജീവിച്ചാൽ एक ही रीति से शादी करके सही रीति से आगे ആ बढ़ना. പുതിയ കുടുംബത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്? तो उस प्रकार जीवन जीने वाली उस स्त्री को उस परिवार से क्या मिलेगा? നമ്മുടെ പ്രതിഫലത്തെ കുറിച്ച് കെത്തുബ ബൈബിൾ വ്യക്തമാക്കുന്നു. हमारे प्रतिफल के बारे में केतुबा यानी पवित्र शास्त्र कहता है നിങ്ങൾ തേജസ്സുള്ളവരായി कि ഉയർത്തെഴുന്നേൽക്കും. तुम महिमा के साथ ऊपर जी उठोगे. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കും. और जहां मैं बैठा हूं, जिस स्थान में बैठा हूं, तुम भी നിങ്ങൾ बैठोगे. ലോകത്തെ ന്യായം വിധിക്കും. और तुम जो है संसार का न्याय करोगे. നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കും. तुम स्वर्ग दूतों का न्याय करोगे. എനിക്ക് ലഭിക്കുന്ന പദവികൾ നിങ്ങൾക്ക് ലഭിക്കും. और जो पद मुझे मिला है वो पद तुम्हें भी मिलेगा. ഒടുവിലത്തെ സെക്ഷൻ आखिर का समय അത് യഹൂദന് മാത്രം ബാധകമാണ്, നമുക്ക് ബാധകമല്ല. वो सिर्फ यहूदियों के लिए है, हमारे लिए नहीं है. കെത്തുബയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുകയാണ്. केतुबा में है इसलिए मैं आपको बताता हूं. അഥവാ ഡിവോഴ്സ് നടന്നാൽ अगर तलाक हुआ तो എന്ത് പ്രതിഫലം തന്നായിരിക്കും, കോമ്പൻസേഷൻ തന്നായിരിക്കും നിന്നെ അയക്കുന്നത്? क्या आपको बदले में कॉम्पनसेशन के रूप में मिलेगा? സ്വർഗത്തിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഡിവോഴ്സും ദൈവവൈതലിനില്ല. स्वर्ग में उठा लिए जाने के बाद किसी भी प्रकार का तलाक नहीं होता है. ഈ परमेश्वर ഭൂമിയിലെ के जन के लिए. ജീവിതത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ വഴി വിട്ടുമാറിയാൽ अगर इस संसार में जीते हुए आप परमेश्वर के राहों से भटक जाते ആ हैं വിശുദ്ധ വിവാഹം നടക്കുന്നതിന് മുന്നമേ തന്നെ നിന്നെ तो തള്ളിക്കളഞ്ഞിരിക്കും. वो पवित्र शादी होने से पहले ही आपको हटा दिया जाएगा. അങ്ങനെ സംഭവിച്ചാൽ अगर ऐसा हुआ तो പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ചൂട്ടുകളകയാണ് അതിന്റെ बार बार बारिशों के बाद भी अगर भूमि उपजाऊ ना रही तो उसको आग में झोंक दिया जाएगा.
है ये कहता है। ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के वचन के अनुसार आज हम जीने पाए, अपने आप को परमेश्वर के हाथ में समर्पित കർത്താവായ करें। യേശു മഹത്വത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. एक ऐसा समय प्रभु यीशु मसीह अपनी महिमा में आगे उतरेंगे। അന്ന് ഞാനും നിങ്ങളും മരിച്ചു പോയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. अगर उस समय अगर हम मरे हैं तो हम जी उठेंगे, ऐसा समय है। കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു പോകട്ടെ. आज मैं जल्द आपके सामने प्रभु यीशु मसीह के दोबारा आगमन पे क्या क्या लक्षण होंगे बताऊंगा, ഈ ഭാഗങ്ങളെ തമ്മിൽ ഞാൻ എങ്ങനെയാണ് കണക്ട് और ചെയ്യേണ്ടത്. कैसे मैं इन दोनों जरियों को जोड़ता हूं बताऊंगा। ഒരു വശത്തെ കൊറോണയുടെ പ്രശ്നത്താൽ നാം ഭാരപ്പെടുകയാണ്. एक तरफ कोरोना की परिस्थिति से हम सब झुलस रहे हैं। രണ്ട് കാരണങ്ങളാൽ ഇതുപോലെയുള്ള പാൻഡമിക് കണ്ടീഷൻസ് ഉണ്ടാകാം. दो कारणों से इस प्रकार की महामारी हो सकती है। ഒന്ന്, നമ്മുടെ പാപങ്ങൾക്ക് കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നതാകാം. पहला, हमारे पापों के लिए परमेश्वर हमें दंड दे। ഞാൻ ആ ഭാഗം ഏറെക്കുറെ ഒന്ന് തൊട്ടു. आज मैं उसके बारे में बता चुका हूं। പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. जिस पाप किया है उसको मरना निश्चित है, പാപത്തിന്റെ ശമ്പളം മരണമാണ്. क्योंकि पाप की मजदूरी मृत्यु है। ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്തേ जिसने മതിയാകും. शरीर में बोया वो शरीर में काटेगा। മനുഷ്യൻ പാപം ചെയ്തെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും. अगर मनुष्य ने पाप किया तो परमेश्वर से दंड निश्चय है। ലോകത്തിന്റെ പാപം ഭയങ്കരമാണ്. क्योंकि संसार का पाप बहुत സഭ भयंकर है। പോലും പാപം ചെയ്യുന്നുണ്ട്. कलीसिया भी पाप कर रही है, ആകയാൽ ശിക്ഷയ്ക്ക് നാം യോഗ്യരാണ്. इस कारण दंड पाने की योग्य है। പകർച്ചവ്യാധികൾ അങ്ങനെ ശിക്ഷയുടെ ഭാഗമാകാം. महामारी भी इसी का एक लक्षण है। രണ്ട്, യേശുവിന്റെ മടങ്ങിവരവിന്റെ അടയാളമാകാം. दूसरा, प्रभु यीशु मसीह के आगमन का एक लक्षण है। കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവെങ്കിൽ പല അസാമാന്യമായ കാര്യങ്ങൾ സംഭവിക്കും. प्रभु यीशु मसीह के दोबारा आगमन पे ऐसे अनेक जो है असामान्य चिन्हों को हम देख सकते हैं। വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ലും मत्ती रचित सुसमाचार उसका 24वां अध्याय, ലൂക്കോസിന്റെ സുവിശേഷം 21-ലും लूका रचित सुसमाचार उसका 21, മർക്കോസിന്റെ സുവിശേഷം 15-ലും मरकुस रचित सुसमाचार उसका 15, അങ്ങനെ പല ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങൾ കാണാം. इन सारे अध्यायों में प्रभु यीशु मसीह के आगमन के बारे में അതിൽ हम देख ചിലതിനെ सकते हैं। ഞാൻ വേഗത്തിൽ തൊട്ടുവിടുവാൻ और ആഗ്രഹിക്കുന്നു. उनमें से किन्हीं को मैं जल्द से आपके सामने रखना चाहता हूँ। അതിനകത്ത് മഹാമാരികളാണ്. पहला, उसमें एक महामारी है, അതിനകത്ത് യുദ്ധങ്ങളുണ്ട്. उसमें युद्ध है, അതിനകത്ത് ക്ഷാമങ്ങളുണ്ട്. और उसमें अकाल है, അതിനകത്ത് ഭൂകമ്പങ്ങളുണ്ട്. उसमें भूकंप है। ഇതുപോലെയുള്ള പലതും അതിനകത്ത് इस സംഭവിക്കും. प्रकार की ऐसी अनेक चीजों को आप देख सकते हैं। അതിൽ ഒന്നാണ് മഹാമാരി. उसमें से एक है महामारी। യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ അടയാളങ്ങളിൽ ഒന്നായി മഹാമാരി ഉണ്ടെങ്കിൽ प्रभु यीशु मसीह के दोबारा आगमन के लक्षण और चिन्ह है अगर महामारी, ഇന്ന് तो മഹാമാരി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് आज वो महामारी है हमारे सामने जब है, तो മറ്റു ലക്ഷണങ്ങളും ധാരാളമായിട്ടുണ്ട്. और ऐसे अनेक दूसरे लक्षणों के बारे में हम ചിലത് देख ഞാൻ सकते ഇന്ന് हैं। തൊടുവാൻ ആഗ്രഹിക്കുന്നു. आज मैं आपके सामने किन्हीं चीजों को നാം रखता हूं യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാകണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. कि हम जो है प्रभु यीशु मसीह के आगमन की बाट जोड़ने वाले जन होने पाए। ഇന്ന് യേശു വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. आज प्रभु यीशु मसीह आएंगे करके मैंने नहीं कहा, എന്ന് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. कब आएंगे मैं नहीं जानता, അത് പിതാവായ ദൈവം മാത്രം वो അറിയുന്നു. सिर्फ पिता परमेश्वर ही जानते हैं। യേശു പറഞ്ഞു പിതാവല്ലാതെ പുത്രനും കൂടെ അത് അറിയുന്നില്ല. क्योंकि प्रभु यीशु मसीह ने कहा कि पिता के बगैर पुत्र भी उसके बारे में नहीं जानता। സമയം അനുവദിക്കുന്നത് പോലെ നമുക്ക് അതിൽ പലതും തൊടാം. समय के अनुसार उन सारी चीजों में मैं എന്നാൽ बताऊंगा, ഇന്ന് പൊതുവിൽ ചില ലക്ഷണങ്ങൾ പറയട്ടെ. लेकिन आज आपके सामने किसी लक्षणों को रखना चाहता ഒന്ന്, हूं। പൊളിറ്റിക്കലായ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും. पहला जो है पॉलिटिक चिन्ह के बारे में, രാഷ്ട്രീയമായ ലക്ഷണങ്ങൾ. जैसे राष्ट्रीय चिन्हों को हम देख सकते हैं। രണ്ട്, ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രീയമായ അനേക ലക്ഷണങ്ങൾ. दूसरा जो है शास्त्रीय लक्षणों को देख सकते हैं। ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ. ऐसा कुछ जो है उदाहरण रखना चाहता हूं। രാഷ്ട്രീയ ലക്ഷണങ്ങളിൽ पहला जो है पॉलिटिकल साइंस में, രാജഭരണം മാറും എന്ന് തിരുവചനം പറയുന്നു. और जो है राजकीय सरकार जो है बदल जाएगी। ബൈബിൾ എഴുതിയിരുന്ന കാലം പഴയ 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 കാലമാ. बाइबल जो है बहुत सालों पहले लिखा गया है, അതിനകത്തെ പഴയ പുസ്തകങ്ങൾക്ക് 4000-5000 വർഷത്തെ പഴക്കമുണ്ട്. क्योंकि इसमें से किन्हीं पुस्तकों को जो है 4000-5000 सालों का जो है आयु है। രാജാക്കന്മാരെല്ലാവരും കിരീടം ധരിച്ചു ഭരിക്കുന്ന കാലമാ. एक ऐसा समय था जब राजा लोग उसी मुकुटों को पहन के जो है अधिकार में रहते थे। യേശുവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന ലക്ഷണങ്ങളിൽ ഞാൻ മകുടം നീക്കി കിരീടം നീക്കിക്കളയും. और प्रभु यीशु मसीह के लक्षणों में हम यह देखते हैं कि उन जो है मुकुटों को जो वो धारण किए हुए थे उनको वो अलग करेंगे। അന്ന് ആരോഗ്യമുള്ള പുരുഷന്മാർ മാത്രമാണ് ഭരണരംഗത്ത് വരുന്നത്. और उस समय जो सामर्थ्य हैं वही जो अधिकार में आएंगे। പക്ഷേ ബൈബിൾ പറഞ്ഞു സ്ത്രീകൾ അവരെ ഭരിക്കും. लेकिन उस समय वहां पे लिखा गया है कि स्त्रियां उनके ऊपर राज करेंगी। കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുട്ടികൾ അവരെ ഭരിക്കും. और उसके भी ऊपर कुछ सालों बाद समय बाद लिखा गया है कि बच्चे उसके ऊपर अधिकारी रहेंगे। ഇമ്മച്ചുവടായ ചെറുപ്പക്കാർ ഭരണത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. इसका यह अर्थ है कि जो है नासमझ लड़के लोग जो है अधिकार के रूप में बैठेंगे। രണ്ട്,
ശാസ്ത്രീയ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. दूसरा शास्त्रीय लक्षणों के बारे में. എന്താണ് ശാസ്ത്രീയ क्या ലക്ഷണങ്ങൾ? है ये शास्त्रीय लक्षण? ഇന്ന് നാം കാണുന്ന IC എഞ്ചിൻ തന്റെ ഉരുക്കുലകൾ കൊണ്ട് ജ്വലിച്ച് റോഡേ കൂടെ നടക്കുന്ന വാഹനങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. आज हमारे सामने एक ऐसे बड़े बड़े जो है इंजन को हम देख सकते हैं जो सड़कों में होकर गुजर रहे हैं. നമ്മുടെ കാറുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിൻ, हमारे कारों में जो इंजन लगे हुए हैं, അതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു. उसके बारे में बाइबल लिखा है. അവന്റെ വരവിങ്കൽ രഥങ്ങൾ ഉരുക്കുലകളാൽ ജ്വലിക്കുന്നവയായിരിക്കും. उसके जो है आगमन पे जो है रथ जो है आग फेंकने के समान होंगे. ഇന്നത്തെ ഭാഷയിൽ IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. आज के इस समय में अगर दौर में हम देखेंगे तो इंटरनल अंदर ही जिस प्रकार ज्वलित होती है वो उन इंजनों के बारे में कहा गया है. അങ്ങനെ ഒരു ഐറ്റത്തെ കുറിച്ച് കാലത്ത് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുകയില്ല. और उस समय के बारे में उस समय जब लिखा गया है आज के समय में उसको सोच नहीं सकते हैं. മാത്രമല്ല ബൈബിൾ പറഞ്ഞു, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെക്കുവാൻ ശ്രമിച്ചാൽ, बाइबल उसके बारे में कहती है कि अगर तू तारों के बीच में जाके अपना बसेरा बनाएगा, ബാഹ്യാകാശ സഞ്ചാരം അക്കാലത്ത് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. उस समय जो है अंतरिक्ष में जो यात्रा उसके बारे में सोच नहीं सकते थे. ഇന്ന് കാണുന്ന ടെലിവിഷൻ സിസ്റ്റത്തെ ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട്. आज जो टेलीविजन की स्क्रीन के सामने आप बैठे हैं उसके बारे में बाइबल कह चुका है, भविष्यवाणी कर चुका है. ശാസ്ത്രീയമായ അനേക ലക്ഷണങ്ങൾ इस പറയുന്നുണ്ട്. प्रकार शास्त्रीय अनेक लक्षणों को हम पढ़ ഇനി चुके हैं. ആത്മീക ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. अगर आत्मीय लक्षण के बारे में बढ़ेंगे, ആത്മീയത്തിൽ നന്മയും തിന്മയും ഉണ്ടാകും. आत्मिक रूप में भलाई भी है बुराई भी है. ഒന്ന് വലിയ ആത്മമാരി, ആത്മപകർച്ചയും ആത്മസന്തോഷവും ഉണ്ടാകും. पहला जो है आत्मिक रूप में आपको एक संतुष्टि उमंग जो है आपको होगी. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം और പ്രസംഗിക്കപ്പെടും. संसार के कोने कोने तक सुसमाचार फैलाया जाएगा. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളായ റേഡിയോയും ടെലിവിഷനും വന്നതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലായിടത്തും സുവിശേഷം എത്തിക്കുവാൻ കഴിഞ്ഞത്. तकनीकी जो है इस प्रकार की खोजबीन के चलते टेलीविजन रेडियो के कारण सुसमाचार को कोने कोने तक फैलाया जा सकता है. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം और പ്രസംഗിക്കപ്പെടും. इस कारण से है कि संसार के कोने कोने तक हम सुसमाचार को पहुंचा चुके हैं. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. अद्भुत और सामर्थ्य के कामों को आप देख सकते हैं. ദൈവം തന്റെ സഭകളെ വളർത്തും. परमेश्वर अपने जो है कलीसिया को बढ़ाता है. ഇതെല്ലാം ആത്മീക നന്മകളുടെ വശമാണ്. ये सारे आत्मिक भलाई को दिखाता है. അതേസമയം ആത്മീക തിന്മകളുണ്ട്. लेकिन उसी वक्त आत्मिक बुराइयां भी हैं. സുവിശേഷ നിമിത്തം ആളുകളെ കൊന്നുകളയും. सुसमाचार के कारण लोगों को जो है सताव आता है. പള്ളികൾ പൊളിച്ചിരിക്കും. कलीसिया में को तबाह किया जाता है. ശിഷ്യന്മാരെ വെട്ടിക്കൊന്നിരിക്കും. प्रेरितों को जो है नष्ट किया जाता है, मार डाला जाता है. പോകുന്നിടത്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടാകും. जहाँ कहीं भी वे जाते हैं प्रतिकूल अवस्थाएं होती हैं. ചിലതിനെ തീ വെച്ച് ചുട്ടുകളയും. किन्हीं लोगों को आग में जला दिया जाता ചിലരെ है. വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയും. किन्हीं को जंगली जानवरों के सामने डाल दिया जाता है. സഭയ്ക്കകത്ത് വിശ്വാസത്തിന്റെ ത്യാഗമുണ്ടാകും. कलीसिया के भीतर विश्वास को त्याग दिया जाता है. ഇതെല്ലാം ആത്മീയ ലക്ഷണങ്ങളാണ്. ये सारे आत्मिक लक्षण हैं. 4 സാമൂഹിക ജീവിതത്തിലെ തകരാറുകൾ. दूसरा सामाजिक जीवन में जो तकरार, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. जाति जाति से राज्य राज्य से लड़ाई करेंगे. വർഗീയ ബഹളങ്ങൾ ഉണ്ടാകും. एक आपस में जातीय तकरार होगा. ജാതിയുടെ പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. जाति के रूप में जो है अनेक मुश्किलें आएंगी. താണ ജാതിയും ഉയർന്ന ജാതിയും എന്ന് വ്യത്യാസം വരും. नीची जाति और ऊंची जाति में भेदभाव आएंगे. സാമൂഹിക ലക്ഷണങ്ങൾ ഉണ്ടാകും. ये सारे सामूहिक लक्षण हैं, അടുത്തത് सामाजिक लक्षण അടുത്തത് हैं. പ്രകൃതിയിലെ ലക്ഷണങ്ങൾ. दूसरा आप जो है संसार की प्रकृति में जो है विविधता ആകാശത്ത് देख सकते അടയാളങ്ങൾ हैं. കണ്ടു തുടങ്ങും. आकाश में आप चिन्हों को देख सकते हैं. സമുദ്രത്തിന്റെയും ഓളത്തിന്റെയും പെരുപ്പം നിമിത്തം ഭൂലോകർ ഭയപ്പെടും. समुद्र की लहरों और उन तूफानों में जो है लोग डरने लगेंगे. കടലാക്രമണങ്ങളെ കാണിക്കുന്നതാണത്. समुद्र के जो मुश्किलें हैं उसको दिखाता है. സുനാമികളെ കാണിക്കുന്നതാണത്. सुनामी को दिखाता है. ये ഭൂകമ്പങ്ങളെ കാണിക്കുന്നതാണത്. भूकंप को दिखाता है. ये നാച്ചുറൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ये सारे प्राकृतिक विपदाओं को दिखाता ഒരു है. വശത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ एक तरफ जब भूकंप होता है, വേറൊരിടത്ത് കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ दूसरी तरफ तूफान उठते हैं, ഇനി ഒരിടത്ത് സുനാമി ഉയരുമ്പോൾ दूसरी तरफ सुनामी आता है, വേറൊരിടത്ത് കാട്ടുതീ കത്തുകയാണ്. कहीं पे जो है जंगल में आग लग रही है. നിറമുള്ള മഴ പെയ്ത ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ऐसा भी मैंने सुना है कि विभिन्न रंगों का जो है बारिश हो रहा है. പണ്ട് കാണാത്ത പലതും. ऐसा जो पहले हम नहीं കൊറോണ देखते थे പോലെയുള്ള वैसा. പകർച്ചവ്യാധികൾ, कोरोना जैसे महामारी ദിവസങ്ങൾ കൊണ്ട് മനുഷ്യനെ തൂത്തു തുടച്ച് മാറ്റുന്ന മാരക രോഗങ്ങൾ, समय के भीतर ही जो है लोगों को जो है मनुष्य को अंत कर देना, वैसा പ്രകൃതിയിലെ ലക്ഷണങ്ങൾ. प्राकृतिक लक्षण. ഇതിനേക്കാൾ ഒക്കെ വലുതാണ് ഇസ്രായേലിന്റെ और ലക്ഷണങ്ങൾ. इन सबू से भी ऊपर है इजराइल के चिन्ह. യേശു പറഞ്ഞ അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനലെടുത്തു എന്നറിയണം. प्रभु यीशु मसीह ने कहा है जब अंजीर के वृक्ष अपने कोमल होने लगेंगे तब आप समझ लीजिएगा ग्रीष्म समय आ गया है. അത് യഹൂദന്റെ രാഷ്ട്രീയ വളർച്ചയെ കുറിക്കുന്നു. वो इजराइल के जो है राष्ट्रीय चिन्हों को दिखाता है. കേവലം യഹൂദനെ കുറിച്ച് മാത്രമല്ല. सिर्फ यहूदियों के बारे में नहीं. അത്തി എന്ന് പറയുന്നത് യഹൂദനെ കുറിച്ചാണെങ്കിൽ अंजीर जो अगर इजराइल को दर्शाता है, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമെന്ന് പറയുന്നത് മറ്റു ജാതികളെയും രാജ്യ
രാജ്യങ്ങളെയും ചേർത്തുകൊണ്ടാണ്. और अंजीर और दूसरे जो है पेड़ विभिन्न देशों को दर्शाते हैं. ഇങ്ങനെ അനേക ലക്ഷണങ്ങൾ യേശുവിന്റെ വരവെങ്കിലുണ്ട്. ऐसे अनेक चिन्हों को हम प्रभु यीशु मसीह के आगमन के दौर में देख ഞാൻ പറഞ്ഞു सकते हैं. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും തിരുവചനത്തിലുള്ള ഓരോ പ്രവചനത്തിനും അനേക നിവർത്തീകരണങ്ങളുണ്ട്. मैंने यह पहले कहा है कि प्रभु परमेश्वर के कहे हुए कथन और जो भविष्यवाणियों का एक से भी अधिक अर्थ है. ഒന്നാമത്തേതിനെ വിളിക്കുന്നത് ഒന്നാമത്തേത് പൂർണ്ണമായ നിവർത്തീകരണമാണ്. पहला कि उस जो भविष्यवाणियां जो पूरी हो चुकी हैं, രണ്ട് ഭാഗിക നിവർത്തീകരണമാണ്. और कुछ भविष्यवाणियां उसका जो है आधा अधूरा जो है पूरा हो रहा. മൂന്ന് ആത്മീക നിവർത്തീകരണങ്ങൾ. तीसरा उसका जो आत्मिक रूप में पूरा നാല് होना. അക്ഷരീക चौथा നിവർത്തീകരണങ്ങൾ. उसका जो है भौतिक रूप में पूरा ഏറ്റവും होना. ഒടുവിലായി ആത്മീകവും ഭൗതികവും ഒരുമിച്ച് ചേർന്ന വലിയ അന്തിമ നിവർത്തീകരണം. और आखिर में ये भौतिक और आत्मिक जो है एक साथ होके उसका पूरा होना. ഇങ്ങനെ അനേക നിവർത്തീകരണങ്ങളുണ്ട്. ऐसे अनेक उसकी पूरा होना है. അതിൽ ഒന്നാണ് ഇന്നത്തെ കൊറോണയെങ്കിൽ अगर उनमें से एक है अगर कोरोना, तो ഇത് നമുക്കറിയാം ചൈനയിൽ നിന്നാണ് ഇതിന്റെ വൈറസ് വന്നത്. हम जानते हैं कि चाइना से ये वायरस हुआ है, आया है. നിങ്ങൾക്കറിയാം ഒരു 100 വർഷങ്ങൾക്ക് പുറകിൽ ഇതേ ചൈനയിൽ നിന്ന് വേറൊരു വൈറസ് ഉണ്ടായി. आपको पता है कि 100 साल पहले भी इसी चाइना से एक और वायरस हुआ था. അന്ന് ഒരു അതിഭയങ്കര രോഗമുണ്ടായി. उस समय एक ऐसा ही भयंकर रोग था. അതിനെ പ്ലേഗ് എന്നാണ് ലോകം വിളിച്ചത്. उसको संसार प्लेग के नाम से जानता है. 1900കളുടെ ആരംഭത്തിൽ और 1900 के शताब्दी के समय में യൂറോപ്പിലും ഏഷ്യയിലും മാത്രം ഈ രോഗം കൊണ്ട് മരിച്ചവരുടെ അംഗസംഖ്യ 20 ലക്ഷത്തിലധികമാണ്. यूरोप और एशिया में जो है मरने वालों की संख्या जो है लाखों में गिनी जाती है. അനേക നിവർത്തീകരണങ്ങൾ നടന്നു. अनेक इस प्रकार का भविष्यवाणी का पूरा होता है. യുദ്ധങ്ങൾ യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. युद्ध प्रभु यीशु मसीह के आगमन के लक्षण മത്തായിയുടെ हैं. സുവിശേഷം 24:6-7 വായിക്കാമോ? मत्ती रचित सुसमाचार उसका 24 का 6 और 7 हम पढ़ेंगे. മത്തായിയുടെ സുവിശേഷം 24:6-7 ഇവിടെ വായിക്കുകയാണ്. അതേസമയം ലൂക്കോസ് 21:11, ലൂക്കോസ് 21:25 അവരവരുടെ സമയത്ത് അവരവർക്കായി വായിക്കാം. मत्ती रचित सुसमाचार उसका 24 का 6 और 7 इस प्रकार लिखा है, तुम लड़ाइयों और लड़ाइयों की चर्चा सुनोगे तो घबरा न जाना, क्योंकि इनका होना अवश्य है, परंतु उस समय अंत न होगा. लूका रचित सुसमाचार उसका 21 का 11 और 25 में भी आप इन्हीं आयतों को पढ़ सकते हैं. ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ये കാണാം. सब बातें मैं आपके सामने जो रखूंगा वो इसी आयतों में लिखा गया है. ഒന്ന് യുദ്ധങ്ങൾ ഉണ്ടാകും. पहला युद्ध होंगे. രണ്ട് ക്ഷാമങ്ങൾ ഉണ്ടാകും. दूसरा जो है अकाल सुनेंगे. മൂന്ന് യുദ്ധങ്ങളെ കുറിച്ചുള്ള ശ്രുതികൾ ഉണ്ടാകും. दूसरा युद्ध के बारे में आप सूचनाएं सुनेंगे. നാല് യുദ്ധങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരും. और उसके बाद युद्ध के बाद का जो रिपोर्ट है उसके बारे में അഞ്ച് सुनोगे. മഹാമാരികൾ പുറത്തു വരും. पांचवा जो है महामारी के बारे में. ആറ് അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. 6 वहां जो है भूकंप के बारे में सुनोगे. 7 സമുദ്രത്തിന്റെ പ്രശ്നം സുനാമികൾ പുറത്തു വരും. 7 जो है समुद्र के बारे में यानी सुनामी के बारे में आप सुनोगे. 8 ഭീകര രംഗങ്ങൾ കാണുവാൻ കാണും. और 8 जो है अनेक पीड़ा लेने वाली चीजों को आप देख सकते हैं. 9 ആകാശത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. 9 आकाश में आप चिन्हों को देख सकते हैं. 10 ദൈവജനം പീഡിപ്പിക്കപ്പെടും. और 10 परमेश्वर के जन के ऊपर पीड़ाएं आएंगी. ഇത് മുഴുവനും ഇന്ന് ये നടന്നുകൊണ്ടിരിക്കുകയാണ്. सारी चीजें आज के दिनों में हम देख सकते हैं. തീർന്നില്ല. ഇതുപോലുള്ള മറ്റനേക കാര്യങ്ങൾ यहाँ खत्म नहीं हुआ है, ऐसे अनेक सारी चीजें लिखी गई ഇത് हैं. ആവർത്തിച്ച് നിവർത്തീകരിക്കപ്പെടും. കാരണം ഓരോ പ്രവചനത്തിനും പല നിവർത്തീകരണങ്ങളുണ്ട്. इसको जो है बार बार दोहरा कर ये कहा गया है. इस प्रकार अनेक भविष्यवाणियों का इस प्रकार पूरा हुआ गया है. ചില ആത്മീക ലക്ഷണങ്ങളിൽ ഞാൻ കടക്കട്ടെ. किन्हीं आत्मिक लक्षणों के बारे में आपके सामने रखना ഒന്ന് चाहता हूँ. വിശ്വാസത്യാഗം സംഭവിക്കുക. पहला विश्वास को त्याग देना. അത് റോമാലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിലുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഭാഗങ്ങൾ ദയവായി അവരവർ നോട്ട് ചെയ്തു നിങ്ങളുടെ സ്വന്തം സമയത്ത് വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 24. आयतों को मैं आपके सामने रखना चाहता हूँ कि मत्ती रचित सुसमाचार 24 का 6, ലൂക്കോസിന്റെ സുവിശേഷം 21, लूका रचित सुसमाचार उसका 21, വെളിപ്പാട് പുസ്തകം 9, प्रकाशित वाक्य का 9, സക്കറിയാവിന്റെ പുസ്തകം 8, जकरिया की किताब उसका 8, റോമാലേഖനം 1-ാം അധ്യായം, रोमा की लिखी पत्री उसका पहला, 2 തീമോത്തിയോസ് 3-ാം അധ്യായം, दूसरा तीमुथियुस उसका 3रा अध्याय, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. दूसरा थिस्सलुनीकियों को लिखी पत्री उसका 2रा अध्याय. ഇവ വായിച്ചാൽ മനസ്സിലാകും. ये सारे अगर आयतों को आप पढ़ेंगे, ആദ്യമേ വിശ്വാസത്യാഗം उसमें സംഭവിക്കുക. पहला हम देखते हैं कि विश्वास को त्यागना. നമുക്ക് ദൈവം ഫരമേൽപ്പിച്ച് അതിപരിശുദ്ധ വിശ്വാസത്തിൽ നിന്നും തരം താഴ്ന്ന വിശ്വാസം രംഗത്ത് വരും. परमेश्वर से हमें प्राप्त सबसे महत्वपूर्ण वो विश्वास को लोग त्यागने लगते हैं. 2 കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. दूसरा झूठे मसीही लोग भविष्यवक्ता लोग ഞാൻ निकलते हैं. ക്രിസ്തുവാണ് ദൈവമാണെന്ന് പറയുന്ന മനുഷ്യ ദൈവങ്ങൾ എഴുന്നേറ്റ് വരും. और ऐसे लोग खड़े होते हैं और कहते हैं कि मैं मसीह हूं करके लोगों को भरमाते हैं. 3 കള്ളപ്രവാചകന്മാർ രംഗത്ത് വരും. तीसरा झूठे भविष्यवक्ता.
വേറൊരു ഭാഷയിൽ ദുരുപദേശങ്ങൾ രംഗത്ത് വരും. दूसरा गलत उपदेश प्रचार करने वाले लोग खड़े होंगे. 4 തകർന്നു പോയൊരു തലമുറ. एक ऐसी पीढ़ी जो नष्ट हो चुकी है वो. ബൈബിൾ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. बाइबल कहती है कि अंत के समय में ऐसी पीड़ाजनक चीजें होंगी. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും മറ്റുമായി തകർന്ന ഒരു റിബലിയസ് ജനറേഷൻ എഴുന്നേറ്റ് വരും. एक ऐसी पीढ़ी जो कि लोभी है, जो कि अहंकारी है, जो कि अपने आप को ऊंचे में बढ़ा चढ़ाकर बोलती है, ऐसे लोग खड़े होंगे. 5 ജഡമയത്വവും ലോകമയത്വവും മനുഷ്യനിൽ കിടക്കും. और 5वां जो है कि एक इच्छा, संसार की इच्छा उनको जो है लोभने लगेगी. 6 മനുഷ്യന് ദൈവഭയം നഷ്ടമായി മനുഷ്യൻ പരസ്പരം ഭയപ്പെടുവാൻ തുടങ്ങും. और 6 लोग जो है परमेश्वर का भय खोने लगते हैं और उनका जो डर जो है परमेश्वर से मिटने लगता है. 7 സൈറ്റനിസം സാത്താനെ ആരാധിക്കുന്ന ആരാധനകൾ വരും. 7वां जो है शैतान से आराधना प्रार्थना करने वाले लोग भी खड़े होंगे. 8 ലോകവ്യാപകമായ മതപീഡ ഉണ്ടാകും, ക്രിസ്ത്യാനിയെ കൊന്നുകൊടുക്കും. और 8वां जो है पूरे संसार में जो मसीही लोग हैं, मसीहत को पीड़ा देने वाले अनेक ऐसे अंजाम നിങ്ങളെ देखे പള്ളികൾക്കും കോയ്മകൾക്കും മുൻപാകെ കെട്ടപ്പെട്ടവരായി കൊണ്ടു നിർത്തും. और आपको जो है आराधनालयों में जो है खड़ा करेंगे और कानून के सामने खड़ा करेंगे. അനേകരെ വാളിനാൽ വെട്ടിക്കൊല്ലും, അനേകരെ ദുഷ്ടമൃഗങ്ങൾ കിട്ടുകൊടുക്കും, ചിലരെ ചുട്ടുകരിക്കും. कि अनेकों को जो आग में डाल दिया जाएगा, अनेकों को वन्य मृगों के सामने डाल दिया जाएगा, अनेकों को अपने उसी अस्त्र से मार डाला जाएगा. വ്യത്യസ്ത പീഡനങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. ऐसी अनेक पीड़ाएं जो है कलीसिया को देखना पड़ेगा. അടുത്തത് സെക്ഷുവൽ ഇമ്മോറാലിറ്റിയിലേക്ക് മാറാം. अगला जो है व्यभिचार के बारे में भी हम पढ़ते हैं. ദൈവത്തിന്റെ വചനപ്രകാരം ഏറ്റവും മ്ലേച്ഛകരമായ 2 പാപങ്ങളാണുള്ളത്. परमेश्वर के वचन के अनुसार ऐसे 2 जो है गलत बहुत बड़े अपराध गिने जाते हैं. ഒന്നിനെ അന്യ ദൈവ സേവ എന്ന് വിളിക്കും. पहला जो है दूसरे परमेश्वर की आराधना करना. ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് കണ്ട് ആരാധിക്കുക. जो परमेश्वर नहीं है उसको परमेश्वर का दर्जा देकर आराधना करना. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ आज के समय में अगर हम देखेंगे तो ചിലർ ആരാധനയേക്കാൾ വലുതായി സ്പോർട്സിനെ കാണാറുണ്ട്. സ്പോർട്സ് ആണ് അവരുടെ ദൈവം. आज जो है आराधना पे से ज्यादा लोग जो है स्पोर्ट्स की आराधना करते हैं. ചിലർക്ക് പ്രാർത്ഥനകളും ആരാധനകളും വിഷയമല്ല, ബോഡി ബിൽഡിംഗ് ആണ് അവർക്ക് വലുത്. किन्हीं लोगों को जो है प्रार्थना से आराधना से कोई मतलब नहीं, अपने शरीर को रूपवान करने में वो तुले रहते हैं. അനേകരും പണം ഉണ്ടാക്കേണ്ടതിന് വേണ്ടി സമയവും ദൈവകൃപയും നഷ്ടപ്പെടുത്തുന്നു. ആരാധനയേക്കാൾ പണമാണ് അവർക്ക് ദൈവം. कुछ लोग पैसे कमाने में इतने लीन हो जाते हैं कि वो परमेश्वर को और आराधना को दूसरा दर्जा देते हैं. ദൈവം അല്ലാത്തതിനെ ആരാധിക്കുന്നതിനെയാണ് അന്യാരാധന എന്ന് വിളിക്കുന്നത്. परमेश्वर को छोड़ अगर आप किसी दूसरे को जो है परमेश्वर से पहला स्थान देते हैं तो वो जो है व्यभिचार और अन्य आराधना कहलाती है. ദൈവം എന്ന് പറഞ്ഞാൽ ആരെന്ന് ഞാൻ ഇവിടെ പറയാം. परमेश्वर यानी कौन, मैं आपके सामने रखना चाहता हूं. ബൈബിൾ ഭാഷയിൽ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച് സൂക്ഷിക്കുന്നവനാണ് ദൈവം. बाइबल की भाषा में पूरे संसार की प्रकृति की हमें और आपकी जो है रचना करने वाला वो सृष्टिकर्ता परमेश्वर है. ആ സ്ഥാനമില്ലാത്ത മറ്റെന്തിനെയെങ്കിലും മറ്റാരെയെങ്കിലും ആരാധിക്കുന്നതിനെ അന്യദൈവ സേവ എന്ന് और വിളിക്കുന്നു. उस परमेश्वर के उस स्थान को अगर आप किसी और में या किसी दूसरे चीजों में बदल देते हैं तो उसको अन्य परमेश्वर की सेवा में गिनी जाएगी. ഏറ്റവും വലുതായി ദൈവം വെറുക്കുന്ന ഒന്നാം പാപം അന്യദൈവ സേവയാണ്. और परमेश्वर उस पाप को जो है सबसे पहला दर्जा देता है. രണ്ടാമത്തേതാണ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ലൈംഗിക പാപം. और दूसरा जो है व्यभिचार. ഒന്നാമത്തേതിനോട് ഏറെക്കുറെ തുല്യത സൂക്ഷിക്കുന്നതാണ് രണ്ടാമത്തേത്. और पहले से ही मिलता जुलता अर्थ दूसरा भी व्यभिचार बताता है. ഏറ്റവും അധികമായി ദൈവം വെറുക്കുന്ന ഒന്നാണിത്. जिससे परमेश्वर सबसे ज्यादा क्रोधित होता है वो है व्यभिचार. അടുത്തത് സുവിശേഷം ഖനം കുറച്ച് കാണിക്കുക. और उसके बाद जो है भिन्नता लेके आना, മായം കലർന്ന ദൈവവചനം പറയുക. उसमें मिलावट के साथ जो है बोलना, കർണരസമാകുമാർ ഉപദേശങ്ങൾ കേൾക്കേണ്ടതിന് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. लोगों को प्रसन्न करने के लिए उनके कानों को जो है प्रसन्न करने के लिए मिलावट के साथ सुसमाचार को बताना. മനുഷ്യർ ദൂഷകന്മാരും പരിഹാസികളുമായി മാറുക. और लोग जो है इस प्रकार की बातों को जो है प्रसन्न रहना, उसमें संतोष करना, प्रसन्न करने लगे. ഈ തലമുറയിൽ പലതിന്റെയും സംസാര രീതി തന്നെ പരിഹാസം നിറഞ്ഞതാ. आज के समय में अगर देखा जाए तो लोग जो है इस प्रकार की चीजों में इतने लीन हो गए कि उनको ये सारी चीजें पसंद है. മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി പറയുന്ന ദൂഷകന്മാരെ ഈ തലമുറയിൽ ധാരാളം കാണാം. आज के समय में दूसरों के लिए चुगली करने वाले अनेक लोगों को हम देख सकते हैं. ഇതെല്ലാം ദുഷ്ടമായ ലക്ഷണങ്ങളാണ്. ये सारे दुष्टता को दिखाने वाले चिन्ह हैं. ആത്മീക ലക്ഷണങ്ങളാണ് ഇത് ये മുഴുവൻ. सारे आत्मिक लक्षण ही हैं. പക്ഷേ ആഗോള സുവിശേഷീകരണവും പിന്മഴയും ആത്മപകർച്ചയും രക്തസാക്ഷികളുടെ വർധനവും എല്ലാം പോസിറ്റീവായ സൈനുകളാണ്. लेकिन आत्मिक भलाई के भी ये लक्षण हैं कि उस बारिश को जो पहले दिनों में बीत चुकी है उसको वापस लाना, सुसमाचार का फैलाना और जो है लोगों को सही रीति में आगे बढ़ाना, ये सारे अच्छे लक्षण हैं. ഇനി യുദ്ധങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നത് युद्ध के बारे में बाइबल
बाइबल कहता है। രാജ്യവും രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടാകും. राज्य राज्य के बीच में लड़ेंगे, അതിനെയാണ് സാക്ഷാൽ നമ്മൾ യുദ്ധം എന്ന് പറയുന്നത്. उसी को हम या सही रीति में युद्ध कहते हैं। അടുത്തത് കമ്മ്യൂണിയൽ ഓർ സിവിൽ വാർ, ജാതി ജാതിയോട് സ്പർദ്ധിക്കും. और दूसरा जो है सिविल वॉर, यानी जाति जाति में लड़ाई करेंगे। അതിനെ തുടർന്ന് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ബൈബിൾ और പറയുന്നുണ്ട്. उसके बाद जो है बेरोजगारी के बारे में बाइबल कहती है। ഈ കാലം കഴിയുമ്പോൾ മനുഷ്യന് കൂലിയില്ല. इस समय के बाद जो लोगों के पास पैसे नहीं रहेंगे। അയ്യോ ഇവിടെ ജോലിയുമില്ല കൂലിയുമില്ല. यहाँ पे तो बेरोजगारी की ऐसी है कि ना तो मजदूरी है ना तो पैसे हैं। അൺഎംപ്ലോയ്മെന്റും നോൺ പേയ്മെന്റും ഒക്കെയും ദൈവത്തിന്റെ വചനപ്രകാരം യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. और यहाँ पे परमेश्वर के वचन के अनुसार प्रभु यीशु मसीह के आगमन का चिन्ह है बेरोजगारी। ട്രാവൽ ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രാവൽ പ്രോബ്ലംസ് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. यात्रा में इधर उधर आपको परेशानियां, प्रतिबंधता, ये जो है चिन्ह है। ആഭിചാരവും മന്ത്രവാദവും ദൈവത്തിന്റെ വചനപ്രകാരം അന്ത്യകാല ലക്ഷണമാണ്. जादू टोना, इस प्रकार के गलत कामों को दिखाना, ये सारे अंत के समय का लक्षण है। ഇത് പണ്ട് തന്നെ ये ഉള്ളതാണെങ്കിലും पहले से भी हो है। ഈ अगर ഈ അന്ത്യകാലമായപ്പോഴത്തേക്ക് ഇത് വളരെ വർദ്ധിച്ചു. इस अंत के समय में और ज्यादा तादाद में बढ़ गई है। ദൈവജനത്തിന് വിരോധമായുള്ള ആഭിചാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകുവാൻ ഞാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. आज मैं यहाँ पे प्रभु यीशु मसीह के नाम से यह ऐलान करता हूँ कि परमेश्वर के जन के विरोध में आने वाली हर प्रकार के जादू टोने की शक्तियों को वो निर्वीर्य होने पाए। ബേഥേലിനോട് ചേർന്ന് ആരാധിക്കുന്ന ഒറ്റ വ്യക്തിയെ തൊടാതെ വണ്ണം ആഭിചാര ശക്തികൾ മാറി നിൽക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. आज हम प्रभु यीशु मसीह के नाम से आज्ञा देते हैं कि परमेश्वर के जन से वो जादू टोने की शक्तियां वो दूर रहने पाए। അടുത്തത് ഡ്രഗും ഡ്രഗ് അഡിക്ഷനും അന്ത്യകാല ലക്ഷണങ്ങളാണ്. और ऐसे नशीले पदार्थ और नशीले पदार्थों का सेवन करना अंत के समय का लक्षण है। അമിത ആഹാരം ഗ്ലട്ടമി അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ്. पेटूपन यानी अत्यधिक खाना खाना, ये भी जो है अंत के समय का लक्षण है। ഡ്രങ്കഡ്നെസ് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ്. पियक्कड़पन, ये भी जो है अंत के समय का लक्षण है। മയക്കുമരുന്നുകൾ അന്ത്യകാല ലക്ഷണമാണ്. नशीले पदार्थ का सेवन करना अंत के समय का लक्षण है। ഉപജീവന ചിന്തയിൽ വലഞ്ഞു പോകുന്നത് അന്ത്യകാല ലക്ഷണമാണ്. अपने दिनचर्या की चीजों को ज्यादा महत्वपूर्ण देना अंत के समय का लक्षण है। അച്ചടക്ക രാഹിത്യം അന്ത്യകാല ലക്ഷണമാണ്. एक अनुशासन रहित जीवन जीना, यह जो है अंत के समय का लक्षण है। നിരാശ രോഗം, ഡിപ്രഷൻ അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായി ബൈബിൾ പഠിപ്പിക്കുന്നു. डिप्रेशन, उदासीनता, यह जो अंत के समय का लक्षण है। ഞാൻ കഴിഞ്ഞ 10-40 വർഷങ്ങളിലധികമായി പൊതു ശുശ്രൂഷകൾ ചെയ്തു വരുന്നയാളാണ്. मैं पिछले 40 साल से इस प्रकार की आत्मिक सेवकाई को करने वाला व्यक्ति हूँ। അനേക നൂറുകളിൽ മീറ്റിങ്ങുകളിൽ പോകുവാനും പങ്കെടുക്കുവാനും പതിനായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ദൈവം കൃപ തരുന്നു. 100 से भी ज्यादा मीटिंग, हजारों तादाद के लोगों के लिए प्रार्थना करने की कृपा परमेश्वर ने मुझे दी। ലോകത്തിന്റെ 5 വൻകരകൾ കവർ ചെയ്യുവാൻ കൃപയാൽ കർത്താവ് എടുത്ത അവസരം തന്നു. और परमेश्वर ने मेरे सामने यह अवसर प्रदान किया कि 5 महाद्वीपों में जाके परमेश्वर के नाम का सुसमाचार फैलाऊं। ആയിരക്കണക്കിന് പട്ടണങ്ങളും ഗ്രാമങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. हजारों के तादाद में शहरों को, गांवों को मैंने यात्रा किया है। അന്നും ഇന്നും ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. उस समय भी आज भी मैं रोगियों के लिए प्रार्थना करता हूँ। പക്ഷേ നിരാശ രോഗം ബാധിച്ച, ഡിപ്രഷൻ ബാധിച്ച രോഗികളുടെ അംഗസംഖ്യ നാൾതോറും വർദ്ധിക്കുകയാണ്. लेकिन निराशा में होने वाले लोग, डिप्रेशन में जाने वाले लोगों की संख्या दिन ब दिन बढ़ती जा रही है। എന്തേ കാരണം? उसका कारण क्या അത് है? യേശുവിന്റെ മടങ്ങിവരവിന്റെ ഓപ്പൺ സൈനുകളിൽ ഒന്നാണ്. क्योंकि प्रभु यीशु मसीह के आगमन का एक खुली चेतावनी है यह। അടുത്തത് ധനവാന്മാരുടെ മുറവിളി. एक धनवानों की कराहना, ടാക്സ് കൊടുത്ത് ജനം മടുത്തു. टैक्स दे दे के लोग तंग आ चुके हैं। അതിനെക്കുറിച്ചുള്ള നിലവിളി ധനവാന്മാരുടെ ഇടയിൽ നിന്ന് ധാരാളം കേൾക്കാം. और धनवानों के बीच में इस प्रकार की चिल्लाहट और कराहना को हम दिन ब दिन सुनते हैं। അടുത്തത് ഭീകരവാദം അന്ത്യകാല ലക്ഷണമാണ്. आतंकवाद जो है आज के दिन में हम देख सकते हैं। ആത്മഹത്യാ പ്രവണത ഇന്നത്തെ തലമുറയുടെ പ്രത്യേകതയാണ്, അന്ത്യകാല ലക്ഷണമാണ്. आत्महत्या करने की प्रवणता आज के अंत के समय में देख सकते हैं। കഴിഞ്ഞ ഒരു 15 വർഷമായി എടുത്താൽ ആത്മഹത്യാ പ്രവണത പല ആവർത്തി വർദ്ധിച്ചതായി पिछले कई കാണാം. वर्षों में अगर देखेंगे तो आत्महत्या करने की प्रवणता लोगों में बढ़ती जा रही है। കുടുംബ തകർച്ചകൾ അന്ത്യകാല ലക്ഷണമാണ്. परिवारों का टूटना अंत समय का लक्षण है। അത് കഴിഞ്ഞ് 5 വർഷമായി എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷം മുമ്പിലത്തേതും 5 വർഷം മുമ്പിലത്തേതും എടുത്താൽ 10 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. अगर पिछले 5 साल का और 15 साल का अगर मैं हिसाब दिखाऊं तो जो है परिवारों का टूटना वो 10 गुना बढ़ चुका है। സെയിം സെക്സ് മാരേജ് സ്വവർഗരതി എന്നൊരു തമാശയായി മാറി. आज जो है होमोसेक्सुअलिटी, ये सारी जो है साधारण बात हो चुकी है। ഇത് അന്ത്യകാല സംഭവങ്ങളുടെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. और ये सारी जो है अंत के समय के लक्षण है। ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, കെട്ടുവയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. യേശു വരാറായി. और मैं प्रियजन, आज मैं आपके सामने यह बताना चाहता हूं कि ये केतुबा के सामने अपने आप को समर्पित करो और जो है उसके अनुसार जियो। രാഷ്ട്രീയ ലക്ഷണങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ വീണ്ടും കയറട്ടെ. आज पॉलिटिकल साइंस के बारे में मैं आपको बताना चाहता हूं। എസെക്കിയേലിന്റെ പ്രവചനം 21-ാമത്തെ അധ്യായം 26-27 വാക്യങ്ങൾ ദയവായി വായിക്കണമേ. यहेजकेल की किताब उसके 21 के 26 से लेकर 27 तक की आयतों को हम कृपया करके यहाँ पे എസെക്കിയേൽ पढ़ेंगे। 21, 26, 27
तेरे विषय में परमेश्वर यहोवा यों कहता है, पगड़ी उतार और मुकुट भी उतार दे। वह ज्यों का त्यों नहीं रहने का। जो नीचा है उसे ऊंचा कर, और जो ऊंचा है उसे नीचा कर। ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. कि मैं पगड़ी उतार कर उस मुकुट को उतार दे। മകുടം നീക്കി കിരീടം എടുത്തു കളയും. उस पगड़ी उतार कर उस मुकुट को उतार देना। അത് അങ്ങനെ വെച്ചേക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. उस प्रकार रहने के लिए मैं नहीं दूंगा उसे। ഞാൻ ഇത്രയും ആഴത്തിലേക്ക് പോകുവാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷേ ആ വാക്യത്തിനകത്തൊരു ഭയങ്കര ഭാഗമുണ്ട്. मैं और गहराई में नहीं जाना चाहता, लेकिन फिर भी यहाँ ठहर कर उस वचन की गहराई आपके सामने रखना ഞാൻ चाहता അതിനെ हूँ। ശൂന്യത വരുത്തുന്ന വാക്യം ഒന്ന് വായിക്കാമോ? ഐ വിൽ ഓവർടേൺ 3 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് കാണാം. मैं उसको उलट दूंगा और उलट पुलट कर दूंगा, हाँ उलट दूंगा, और जब तक उसका अधिकारी ना आए तब तक वह उल्टा हुआ रहेगा, तब मैं उसे दे दूंगा। 3 പ്രാവശ്യമാണ് ഓവർടേൺ ഞാൻ അതിനെ എടുത്തെറിയുമെന്ന് പറയുന്നത്. यहाँ पे हम 3 बार जो है उल्टा कर देना, उलट दूंगा करके पढ़ते हैं। മറക്കരുത്, ഈ പ്രവചനം പറയുന്നത് BC-ലാണ്, ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നമേയാണ്. ये भूलिएगा मत, प्रभु यीशु मसीह के जन्म से भी पहले यानी BC में इन कथनों को कहा गया है। ഇന്നേക്ക് 2600ഓളം വർഷങ്ങൾക്ക് പുറകിൽ, यानी कि आज से 2600 साल पहले കിരീടം വെക്കാതെ ഭരിക്കാൻ ഒക്കാത്തൊരു കാലം, एक ऐसा समय जब बिना मुकुट के कोई राज्य नहीं कर सकता। ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കിരീടം ഒഴിച്ച് ഭരിക്കുവാൻ കഴിയുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട്. कुछ समय पहले से ही, कुछ सालों पहले ही से ही जो है एक राज अधिकारी को छोड़कर यहाँ पे एक लोकतंत्र का लागू होना। 1450 വരെ 1450 വരെ കിരീടം വെക്കാതെ ഒരു ഭരണം നടന്നിട്ടില്ല. 450 से पहले जो है बिना मुकुट के एक राज अधिकार जो है यहाँ नहीं होता था। അതിന് 2000 വർഷങ്ങൾക്ക് മുന്നമേ ബൈബിൾ പറയുകയാണ്, लेकिन उससे 2000 साल पहले ही बाइबल यह बताती ഈ है കിരീടം ഞാൻ എടുത്തു കളയും, कि इस मुकुट को मैं निकाल അതിന് दूंगा। ഉന്മൂലനാശം വരുത്തും. वो जो है पूरा या नाश करेगा। രണ്ടാം പ്രാവശ്യം ഉന്മൂലനാശം, दूसरी बार उसका पूरा नाश, മൂന്നാം പ്രാവശ്യം ഉന്മൂലനാശം. तीसरी बार उसका पूर्ण नाश। എന്താണ് ഇതിന്റെ അർത്ഥം? इसका अर्थ क्या है? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഞാൻ ഒത്തിരി മകുടങ്ങൾ നീക്കി. पहले विश्व युद्ध में अनेक मुकुटों को उतार दिया गया। രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞാൻ മകുടം നീക്കും. दूसरे विश्व युद्ध में भी मुकुटों को मैं निकाल दिया। ഇന്നും മകുടങ്ങളുള്ള ചിലരുണ്ട്. आज भी ऐसे मुकुट धारण किए മൂന്നാം हुए ലോക हैं। മഹായുദ്ധം കൊണ്ടത് തീരും. तीसरे महाविश्व युद्ध से ഞാൻ खत्म അതിന് होगा സർവത്ര നാശം വരുത്തും. और उसके बाद पूर्ण नाश हो जाएगा। അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. और उसका अधिकारी जब तक ना आए तब तक वो वैसा रहेगा। അതിന് അധികാരമുള്ളവൻ യേശുവാണ്. और उसका अधिकार रखने वाला सिर्फ यीशु യേശു मसीह है। മടങ്ങി വരുന്നത് വരെ അത് ഇല്ലാതെ ഇരിക്കും. और प्रभु यीशु मसीह के आने तक वो वैसे ही रहेगा। കിങ്ഷിപ്പ് അഥവാ രാജഭരണം മാറ്റാൻ പോകുകയാണെന്ന്. राज अधिकार वहां से निकाल दिया जाएगा। അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിച്ചേ മതിയാകൂ. യെരമ്യാവ് 13:18. एक और आयत को हम पढ़ेंगे, यिर्मयाह की किताब उसका 13वां अध्याय। ദയവായി വായിച്ചാലും. यहाँ पे इस प्रकार लिखा है, राजा और राजमाता से कह नीचे बैठ जाओ, क्योंकि तुम्हारे सिरों के शोभायमान मुकुट उतार लिए गए हैं। ഞാൻ നിന്റെ തലയിൽ നിന്ന് ശോഭയുള്ള കിരീടങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു. कि तुम्हारे सरों से शोभायमान मुकुट को मैंने उतार दिया है। അതുകൊണ്ട് രാജാവേ, രാജ്ഞിയെ, രാജമാതാവേ ഇറങ്ങി തറയിലിരി, സിംഹാസനം വിട്ടു. इसलिए हे राजा, हे राजमाता, अपने सिंहासन से उतर कर नीचे बैठ। നിങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ എടുത്തു കളയുകയാണ്. हमारे सिंहासन को मैं निकाल दूंगा। ദാനിയേലിന്റെ ദർശനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രധാന ചരിത്രം കാണാം. दानियल के चरित्र में, उसके किताब में, उसके दूसरे अध्याय और 31 वाक्य में हम पढ़ेंगे। എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മെസ്സേജ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. मैं आज का संदेश यहीं पे विराम देना चाहता हूँ। അടുത്ത ദിവസം ഇതിന്റെ ബാലൻസ് തുടരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. और अगले समय में इसका जो है बाकी का अधूरा आपके सामने रखूंगा। യെരമ്യാവ് 13 ദാനിയേൽ 2 വരുന്ന ആഴ്ചയിൽ വീണ്ടും നമ്മൾ വായിച്ചാരംഭിക്കും. यिर्मयाह की किताब 13वां और दानियल की किताब उसका दूसरा अध्याय आने वाले समय में हम पूरा करेंगे। ഇന്ന് പകൽ കൊറോണയിൽ ഭാരപ്പെടുന്നവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് आज के समय में कोरोना से बाधित लोगों को परमेश्वर के हाथों में समर्पित करके प्रार्थना करेंगे। ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് और उसके बाद का समय को परमेश्वर के हाथ में रख के, യഹോവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നാം ദൈവസന്നിധിയിൽ സമയമെടുക്കുകയാണ്. हे प्रभु हमें बचा करके ये प्रार्थना आज हमारे अधरों से उतर नहीं पाए। ഇന്ന് പകൽ ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. आज सुबह के समय में जब हम यहाँ रिकॉर्ड कर रहे हैं, ആൾക്കൂട്ടം ഒരുമിച്ച് സാധിക്കാത്തതിനാൽ നമുക്ക് പൊതുവിൽ ഇത് പ്രസംഗിക്കാൻ സാധ്യമല്ലല്ലോ. एक ऐसा समय जब साधारण लोग हम एक साथ जुड़ के प्रार्थना नहीं कर सकते, वैसे समय में നിങ്ങളൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന്
നിന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത്. और आप अपने घरों में बैठ के जब हमें सुन रहे हैं, ഗവൺമെന്റ് നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടണ്ട എന്ന് കണ്ട് ഞങ്ങൾ ഇത് റെക്കോർഡ് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. सरकार के कानून के हिसाब से जो है लोग एक साथ इकट्ठे ना होने पर उसका पूर्ण इज्जत और पालन करते हुए घरों में बैठ के हम इसको जब सुनेंगे तब ഞാൻ പറഞ്ഞു ലോകപ്രകാരം നമുക്കൊരു ഡിസ്റ്റൻസിങ് സൂക്ഷിച്ചേ മതിയാകുള്ളൂ. मैंने कहा है कि संसार में एक दूसरे से जो है दूरी बनाए रखना ये പക്ഷെ बहुत जरूरी है आज के समय, ദൈവവുമായി നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ്. लेकिन हमेशा परमेश्वर के साथ हमें एक संबंध നമ്മെ बनाए ഒരുമിച്ച് रखना है. കാണുന്നവനായ ദൈവം, हमें एक साथ देखने वाला परमेश्वर, ഇന്ന് പകൽ ഓരോ വ്യക്തികളെ ഒന്നിച്ച് കാണുന്നവനായ ദൈവം, आज पूरे मनुष्य को एक साथ देखने वाला നമ്മുടെ परमेश्वर പ്രാർത്ഥന ഒരുമിച്ച് കേൾക്കേണ്ടതിന് हमारी प्रार्थना एक साथ सुनने के लिए നമ്മുടെ ഹൃദയങ്ങൾ ഐക്യപ്പെടട്ടെ. हमारे हृदय को एक कर യേശുവിന്റെ നാമത്തിൽ प्रभु यीशु मसीह के नाम കർത്താവേ, से ഇന്ന് അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും ബെഥലൈറ്റ്സിനെ ദൈവകരങ്ങളിൽ തന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. आज मेरे साथ प्रार्थना में जुड़े हुए बेथलाइट्स को सुनने वाले हर एक को आज आपके हाथों में समर्पित करके उन्हें मैं यीशु मसीह के नाम से ഈ अनुग्रहित करता हूं. രോഗത്തിന്റെ കെടുതികളിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു പുറത്തു വരുവാൻ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. इस विपदा के समय में रोग की अवस्था से उनको बाहर निकालने के लिए मैं प्रार्थना करता हूं. ഞങ്ങൾ ഒരു പുതിയ ആരോഗ്യത്തോടും പുതിയ ദൈവകൃപയോടും പുതിയ ശക്തിയോടും പുതിയ അനുഗ്രഹത്തോടും പുതിയ ആത്മീക സ്ഥൈര്യത്തോടും കൂടെ പുറത്തു വരണമേ. एक नए स्वास्थ्य से, एक नए आत्मिक धैर्य से, नए बल से जो है हमें आगे चलाना, ये हम प्रार्थना करते हैं पिता. അങ്ങയുടെ നാമത്തെ ഉയർത്തണമേ. आपके नाम को ऊंचे में उठाते ഞാൻ हैं. അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ നിന്നുകൊണ്ട് मैं आपके दास होने के पद को लेते हुए അങ്ങയുടെ ജനത്തിന്റെ പേര് പറഞ്ഞ് आपके जन का नाम लेकर അങ്ങയുടെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. आपके नाम से मैं उनको आशीषित करता हूं ഈ पिता. അനുഗ്രഹം അങ്ങയുടെ നാമത്തിലാകയാൽ ये आशीष आपके नाम से होने के അവരവർ कारण ഇരിക്കുന്ന ഇടത്തേക്ക് ഈ അനുഗ്രഹം ഇറങ്ങിച്ചെന്ന് അവരോട് കൂടെ നിൽക്കണമേ. जहां कहीं भी वे बैठे हैं वहां पे यह आशीष उतरने पाए, ये मैं प्रार्थना करता हूं. യേശുവിൻ നാമത്തിൽ തന്നെ वो यीशु मसीह के नाम से ही. ആമേൻ. आमीन.